മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ജീവിയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് കാണാം. ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ ജിബാലി വൽ അർളി ഫഅബൈന അൻ യഹ്മിൽനഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സുപ്രധാനമായ അമാനത്ത് അത് പർവ്വതങ്ങൾക്കും ഭൂമിക്കും ആകാശങ്ങൾക്കും ഏറ്റെടുക്കാൻ കഴിയാത്തൊരു പരുവത്തിൽ അത് ഏറ്റെടുത്ത ഏക ജീവി മനുഷ്യനാണ്. ആ അമാനത്ത് എന്താണ്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെയും ജിന്നുകളെയും അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കാൻ വേണ്ടിയാണ്. എന്താണ് അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുക എന്ന് പറയുന്നത്? നമുക്ക് നമ്മുടേതായ ഒരു സ്വത്വം ഉണ്ട് എന്ന് പറയാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന വലിയൊരു വിശ്വാസമാണ് അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുക എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ സദസ്സിന് ശബ്ദം ക്ലിയർ അല്ലേ? ഓക്കെ, മോണിറ്റർ കുറച്ച് കൂട്ടിയ ഉഷാറാണ്. ഞാനൊരു ചെറിയ സംഭവം പറയാം. ഇതൊരു യാദൃശികമായുള്ള അല്ലെങ്കിൽ ഒരു സാങ്കല്പിക സംഭവമാണെന്ന് കൂട്ടിയാൽ മതി. ഞാനൊരു നാട്ടിലൊരു പ്രഭാഷണത്തിന് വേണ്ടി പോയി. ആ നാട്ടിലെ പ്രഭാഷണത്തിന് ചെന്നപ്പോൾ അവിടെ ആ പ്രഭാഷണം നടക്കുന്ന അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇങ്ങനെ തുടങ്ങി എല്ലാറ്റിലും ഒരാൾ തിളങ്ങി നിൽക്കും. അയാൾ അവിടുത്തെ ഒരു സൂപ്പർ ഹീറോ ആണ്. എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാണ് ആ മനുഷ്യൻ. അയാളെക്കുറിച്ച് പറയാത്ത ആരുമില്ല. ആര് അയാളെ പറ്റി പറയുമ്പോഴും അയാളുടെ കഴിവും പ്രാപ്തിയും മഹത്വവും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രഭാഷണത്തിൽ അദ്ദേഹവും കൂടെ ഇരുന്ന് പ്രഭാഷണം കേട്ടു. പ്രഭാഷണം കഴിയുമ്പോൾ എന്നോട് പറഞ്ഞു, കുറച്ച് സമയം ഒന്ന് സംസാരിക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നു, പറ്റുമോ? ഞാൻ പറഞ്ഞു, സംസാരിക്കാം. അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്കൊന്ന് മാറിയിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കാം. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ. അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, ഇവിടെ വന്നതിന് ശേഷം ഒരുപക്ഷെ നിങ്ങൾ ഇവിടുത്തെ എല്ലാവരോടും സംസാരിച്ചാൽ അവരെല്ലാം എന്നെ ഇഷ്ടപ്പെടുന്നവരാണ്. എനിക്ക് ജനങ്ങളെയും ഇഷ്ടമാണ്. എല്ലാവരും എൻ്റെ മഹത്വമൊക്കെ പറയുന്നുണ്ട്. എനിക്കിഷ്ടം പോലെ സമ്പാദ്യമുണ്ട്, മക്കളുണ്ട്, വീടുണ്ട്, വാഹനമുണ്ട്, വരുമാന മാർഗങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഞാനൊന്നൊറ്റക്ക് മാറിയിരുന്നാൽ, ഞാനൊന്നൊറ്റക്ക് കിടന്നാൽ ആ സമയങ്ങളിലെല്ലാം എന്നെ വല്ലാത്തൊരു അസ്വസ്ഥത എന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അദ്ദേഹം പറഞ്ഞു, എൻ്റെ മാതാവാരാണ്, എൻ്റെ പിതാവാരാണ് എന്ന് ഇന്നും എനിക്കറിയില്ല. ഞാൻ കുഞ്ഞുനാളിൽ ഈ നാട്ടിലെത്തിപ്പെട്ടു. ഏതോ ഒരു ഫ്ലഡിൽ ഇവിടെ എത്തിപ്പെട്ടതാണ്. അങ്ങനെ ഈ നാട്ടിലെ ആരൊക്കെയോ എന്നെ എടുത്തു വളർത്തുകയും അങ്ങനെ പലരും എന്നെ സംരക്ഷിച്ചു. ആ സംരക്ഷണത്തിനൊടുവിൽ ഞാൻ വളർന്ന് അങ്ങനെ പിന്നീട് എൻ്റെ അധ്വാന സാഹചര്യങ്ങളൊക്കെ എനിക്ക് അനുകൂലമായപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ വളർന്നു വികസിച്ചു. അപ്പോഴെല്ലാം എന്നെ അലട്ടുന്നൊരു ചിന്ത എന്താണ്? ആരായിരിക്കും എൻ്റെ മാതാവ്? ആരായിരിക്കും എൻ്റെ പിതാവ്? അയാളൊരു ഉമ്മയായിരിക്കുമോ? അയാളൊരു ഉപ്പയായിരിക്കുമോ? അയാൾ ജീവിച്ചിരിക്കുന്നുണ്ടാകുമോ? അയാൾ മരിച്ചുപോയിട്ടുണ്ടാകുമോ? സന്തോഷിക്കുന്നുണ്ടാകുമോ? സങ്കടപ്പെടുന്നുണ്ടാകുമോ? ഇതൊന്നും എനിക്കറിയില്ല. ഇത് അദ്ദേഹം പറയുമ്പോൾ അങ്ങനൊരു ചിന്താഗതിക്ക് സാധ്യതയില്ലേ? സ്വന്തം ഉമ്മ ആരാണെന്നറിയില്ല, സ്വന്തം ബാപ്പ ആരാണെന്നറിയില്ലെങ്കിൽ ഒരു അസ്വസ്ഥത ഉണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടുണ്ടാകും. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാവരും അംഗീകരിക്കുന്നൊരു വസ്തുതയാണ്. സ്വന്തം ഒരു ബാപ്പ ഉമ്മ ആരാണെന്നറിയാതിരുന്നാൽ ഉണ്ടാകുന്നൊരു വിഷമം ഈ പറയപ്പെട്ട സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്താ പറ്റൂലേ? ഒരു ഫ്ലഡിലോ മറ്റോ വന്നാൽ ഇതാരുടേതാണെന്നറിയാതെയാകാനൊക്കെ സാധ്യതയില്ലേ? സാധ്യതയുണ്ട്. പക്ഷെ എൻ്റെ ചോദ്യം, ഇവിടുന്ന് അങ്ങോട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് സ്വന്തം ഉമ്മയെ, സ്വന്തം ബാപ്പയെ
ആരാണെന്നറിയാതിരിക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകാൻ കാര്യം ഇന്ന് അദ്ദേഹത്തിന് മുലപ്പാൽ കൊടുക്കാൻ ഉമ്മ ആവശ്യമുണ്ടായിട്ടാണോ? ചിലവ് കൊടുക്കാൻ ബാപ്പ ആവശ്യമുണ്ടായിട്ടാണോ? അല്ല. അദ്ദേഹത്തിന് ഇന്ന് ആളുണ്ട്, അംഗീകരിക്കാൻ ജനങ്ങളുണ്ട്. അദ്ദേഹത്തെ കൊണ്ടു നടക്കണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ അതിന് മക്കളുണ്ട്. അദ്ദേഹത്തിന് എല്ലാ സൗകര്യങ്ങളും എത്തിപ്പിടിക്കാൻ സമ്പാദ്യമുണ്ട്. അദ്ദേഹം എല്ലാവരുടെ മുമ്പിലും ഒരു സുഹൃതങ്ങളുടെ വക്താവാണ്. ഇങ്ങനെ ഇരിക്കെ ഇവിടെ ഒരു ഉമ്മയുടെ ഒരു ബാപ്പയുടെ ആവശ്യം എന്താണ്? അതൊരു നൈസർഗികതയാണ്. ഒരു മനുഷ്യൻ്റെ ജന്മനാ ഉള്ള അവനിലെ ഒരു പ്രവണതയാണത്. എൻ്റെ ബാപ്പ ആരായിരിക്കും, എൻ്റെ ഉമ്മ ആരായിരിക്കും? ഒരു ഉമ്മയുടെയും ബാപ്പയുടെയും സാധ്യത എന്താ? ഒരു ഉമ്മയുടെയും ബാപ്പയുടെയും സാധ്യത, ബയോളജി മാത്രം പഠിച്ചൊരു വിദ്യാർത്ഥിയുടെ മുമ്പിൽ നിന്റെ സൃഷ്ടാവ്, നിന്നെ പടച്ചതാരാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഒറ്റ നോട്ടത്തിൽ അവന് തോന്നിയേക്കാം, പറയാൻ തോന്നിയേക്കാം, എൻ്റെ സൃഷ്ടാവ് എൻ്റെ ഉമ്മയും ബാപ്പയാണെന്ന് പറയാൻ തോന്നിയേക്കാം, ബയോളജി മാത്രം പഠിച്ച ഒരാളാണ്. കാരണം ആ ബീജാവാപം മുതൽ, ആ അണ്ടവും ബീജവും സങ്കലിച്ചതു മുതൽ അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും, വളർന്ന് വികസിക്കുന്ന ഓരോ ഘട്ടങ്ങളിലും അതിനുവേണ്ടി ഊർജം പകർന്നത് മാതാവാണ്. മാതാവ് വയറ്റിൽ ശാരീരികമായി അതിൻ്റെ പ്രാരാബ്ദങ്ങളൊക്കെ വഹിക്കുമ്പോഴും ഇതിൻ്റെ ചിലവുൾപ്പെടെയുള്ള മാനസികമായ പ്രാരാബ്ദം വഹിക്കുന്നത് സ്വന്തം വീടും നാടും കുടുംബവും ഒക്കെ മാറ്റിവെക്കാൻ സന്നദ്ധനായ ഒരു ബാപ്പയുണ്ടപ്പുറം. ഒരു ഉമ്മ പ്രസവ റൂമിൽ, ലേബർ റൂമിൽ വെച്ച് അതിൻ്റെ വേദന തരണം ചെയ്യുമ്പോൾ അതിൻ്റെ അത്രയോ അതിൽ മടങ്ങോ തരണം ചെയ്യുന്നൊരു ഭർത്താവ്, ഒരു ബാപ്പ പുറത്തുണ്ട്, നാട്ടിലോ വിദേശത്തോ ആയിട്ട്. ഈ പ്രക്രിയ അറിയുന്ന ഒരു മനുഷ്യൻ പറയും, നിന്റെ പടച്ചവൻ ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉമ്മയാണ്, എൻ്റെ ബാപ്പയാണ്. കാരണം അവരുടെ അധ്വാനങ്ങൾ മുഖേനയാണ് എൻ്റെ ശരീരത്തിൽ പോഷകങ്ങൾ വന്നു ചേർന്ന് ഞാൻ വളർന്ന് വികസിച്ച് ഘട്ടങ്ങൾ വികസിച്ച് അവസാനം എനിക്ക് പ്രസവത്തിൻ്റെ വേദനയടക്കം സഹിക്കുന്നത് എൻ്റെ മാതാവ്, അതിൻ്റെ സാമ്പത്തിക ഭാരം വഹിക്കുന്നത് എൻ്റെ പിതാവ്. ഇങ്ങനെ ഇവരാണെന്ന് പറഞ്ഞേക്കാം. എന്നാൽ നമ്മൾ ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ. ഈ കുഞ്ഞിന് ഈ അണ്ടവും ബീജവും സങ്കലിക്കേണ്ടത് ഇന്ന സമയമാണെന്ന് തീരുമാനിക്കാൻ ഒരു ഭർത്താവിനോ ഒരു ഭാര്യക്കോ അധികാരമുണ്ടോ? ഇല്ല. ഈ പിതാവിന് സ്വന്തം ബീജത്തിൽ നിന്ന്, അഥവാ ഒരു സമയം നിർഗളിക്കുന്ന ശുക്ലത്തിലെ, മനിയിലെ, തൻ്റെ ഇന്ദ്രിയത്തിലെ 50 കോടി ബീജങ്ങളിലെ ഒരു ബീജം കൊണ്ടാണ് കുഞ്ഞിനെ സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. ഇതിൽ ഏത് ബീജമാണ് എൻ്റെ കുഞ്ഞിന് ജന്മം നൽകാൻ കാരണമാകേണ്ടതെന്ന് തീരുമാനിക്കാൻ ബാപ്പക്ക് അധികാരമില്ല. എൻ്റെ കുഞ്ഞ് ആണാകണമോ പെണ്ണാകണമോ എന്ന് തീരുമാനിക്കാൻ ബാപ്പക്കോ ഉമ്മക്കോ അധികാരമില്ല, ഇടമില്ല. കണ്ണ് വേണോ, കണ്ണിന് കാഴ്ച വേണോ എന്ന് തീരുമാനിക്കാൻ മാതാവിനോ പിതാവിനോ അധികാരമില്ല. ചെവി വേണോ, ചെവിക്ക് കേൾവിശേഷി വേണോ എന്ന് തീരുമാനിക്കാൻ ഇവർ രണ്ടുപേർക്കും അധികാരമില്ല. അപ്പൊ പിന്നെ ഇതെല്ലാം നൽകി, ഈ രൂപകൽപ്പനയെല്ലാം നൽകി ഈ മനുഷ്യന് ജന്മം നൽകുന്നവൻ ആര്? ഇതാലോചിക്കുന്ന സമയത്ത് മറുവശത്ത് തന്നെ പടച്ച ഒരു സ്രഷ്ടാവുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞ സമയത്ത് നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് ശരിവെക്കുന്നു. എല്ലാം കൊണ്ടും വികസിച്ച് വളർന്നു നിൽക്കുന്ന ഒരു മനുഷ്യന് സ്വന്തം ഉമ്മയും സ്വന്തം ബാപ്പയും ആരാണെന്നറിയാതിരിക്കുമ്പോൾ ഒരസ്വസ്ഥത. ആ അസ്വസ്ഥതയുടെ കാരണം എന്നെ ആറ്റുനോറ്റി എനിക്ക് ജന്മം നൽകിയ, എനിക്ക് എൻ്റെ പിതാവായ, എൻ്റെ മാതാവായ ആ വ്യക്തികൾ രണ്ടുപേരാരാണെന്നറിയാത്തതിൻ്റെ ഒരു അസ്വസ്ഥതയുടെ, എത്രയോ വലിയൊരു അസ്വസ്ഥതയുടെ ഗ്യാപ്പ് ഇവിടെ കിടക്കുന്നില്ലേ? എൻ്റെ കണ്ണിന് കാഴ്ച വേണമെന്ന് തീരുമാനിച്ചവൻ ആര്? ആ സ്രഷ്ടാവ് ആര്? എൻ്റെ ജീവിതത്തിലെ സർവമാന ഏരിയകൾക്കും അധികാരമുള്ള ഒരു സ്രഷ്ടാവ് അവനാര് എന്ന് തീരുമാനിക്കപ്പെടൽ ഒരു മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ഒരു നൈസർഗിക ആവശ്യമാണ്. അത് തീരുമാനിക്കപ്പെട്ടിട്ടില്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്നറിയോ? മനുഷ്യൻ കണ്ടവരുടെയൊക്കെ മുമ്പിൽ കുമ്പിടും. ഒരു സ്രഷ്ടാവ് മനുഷ്യനില്ലാതെ പോയാൽ അവൻ കണ്ടവരുടെ മുമ്പിൽ കുമ്പിടും.
അതിൻ്റെ ചെറിയൊരു കാഴ്ചയാണ്. നിങ്ങൾ നോക്കൂ, ഏതാനും ദിവസങ്ങൾക്കോ അല്ലെങ്കിൽ ഇതാ ഒരു മാസമെങ്ങാനും തികഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു, വേൾഡ് കപ്പിൻ്റെ ആ തരംഗങ്ങൾ കഴിയുന്നൊരു സമയം. നമ്മുടെ നാട്ടിലെ ഏത് പാതിരാവിലും നാട്ടിൻപുറങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ പലയിടങ്ങളിലും ആൾക്കൂട്ടം. നമ്മുടെ സർവസജ്ജരായ ബുദ്ധിശാലികളായ നമ്മുടെ പ്രിയപ്പെട്ട യുവതലമുറ അവരുടെ ഉറക്കം മാറ്റിവെച്ച് വലിയ ക്യാഷ് ചെലവിട്ട് ഫ്ലെക്സ് വെച്ച് ബിഗ് സ്ക്രീൻ സെറ്റ് ചെയ്ത് ആ സ്ക്രീനിന് മുന്നിൽ ഉറക്കം ഇളച്ച് കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി കാത്തിരുന്നു? വലിയ ക്യാഷ് ചെലവിട്ട് ഓരോരുത്തരും ജേഴ്സികൾ വാങ്ങി ധരിക്കുകയാണ്. അവസാന ദിവസമായപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ട് സിന്ദാബാദ് വിളിക്കാൻ വേണ്ടി പാതിരാ സമയത്ത് നമ്മുടെ റോഡുകളിലൂടെ അഭ്യാസങ്ങൾ കളിച്ച് വിഷമിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുകയാണ്. ഇവൻ എന്ത് നേടി? ഈ ബുദ്ധിശാലിയായ യുവാവ് എന്ത് നേടി? എന്തുകൊണ്ട് കാര്യമില്ലാത്ത, നേട്ടമില്ലാത്ത, ഉപകാരമില്ലാത്ത ഒരു പ്രവണതയ്ക്ക് വേണ്ടി അവൻ്റെ ജീവസുറ്റ സമയം ചെലവഴിക്കേണ്ടി വന്നു? അവൻ്റെ വിലപ്പെട്ട ഈ ഹെഡ് അത് ഈ പ്രവണതയ്ക്ക് മുമ്പിൽ തലകുനിക്കേണ്ടി വന്നത് എന്തുകൊണ്ട്? അവൻ്റെ മനസ്സിൽ ഇടം നൽകേണ്ടിയിരുന്ന ഒരു പ്രിയപ്പെട്ട സൃഷ്ടാവിൻ്റെ ഇടം നഷ്ടപ്പെട്ടപ്പോൾ അവൻ മറ്റൊരു ശക്തിയുടെ അടിമയാകുന്നതിൻ്റെ ഉദാഹരണമാണത്. ഒരു മതത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് ആലോചിച്ചു നോക്ക് നിങ്ങൾ. ഒരു മുസ്ലിമായാൽ ആ മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്വമുള്ള അല്ലാഹുവല്ലാത്ത വ്യക്തി ആരാ? സയ്യിദുൽ അംബിയാ വൽ മുർസലീൻ അഷ്റഫുൽ വറാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ? നമ്മുടെ ഷഹാദത്ത് കലിമയിൽ നമ്മൾ പറയുന്നത് എന്താ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു മാത്രമേ ആരാധ്യനുള്ളൂ. ഈ അല്ലാഹുവിൻ്റെ സൃഷ്ടികളിലെ ഏറ്റവും ഉത്തമൻ എന്ന പദവിയാണ് റസൂൽ. ആ റസൂൽ എന്ന പദവിയുള്ള മഹാനാരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ മുഹമ്മദ് ആരാണ്? അബ്ദുഹു വ റസൂലുഹു, അല്ലാഹുവിൻ്റെ സൃഷ്ടിയാണ്, അല്ലാഹുവിൻ്റെ ദൂതനാണ്. ഇതിൻ്റെ മേലൊരു മനുഷ്യനില്ല, ഇതിൻ്റെ മേലൊരു നേതാവില്ല, ഇതിൻ്റെ മേലെ ഒരു സെലിബ്രിറ്റിയും ഇല്ല. ഒരു സെലിബ്രിറ്റിക്ക്, ഒരു താരത്തിന് എന്തൊക്കെ യോഗ്യതകൾ വേണോ ആ സർവ നന്മയിലെ യോഗ്യതകളും ഒത്തൊരുമിച്ച ഈ പ്രപഞ്ചത്തിലെ ഏക മഹോന്നത വ്യക്തി അതാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിതങ്ങളുടെ മുമ്പിൽ ഒരിക്കലും തന്നെ ഈ സ്വത്വം സമർപ്പിക്കുക എന്നത് പഠിപ്പിക്കപ്പെടുന്നില്ല. സുജൂദ് ചെയ്യരുത്, സുജൂദ് അല്ലാഹുവിന് മാത്രം. നബിതങ്ങളെ മേലെ ഒരു നബിയുമില്ല, ഒരു വലിയുമില്ല. അതുകൊണ്ട് തന്നെ മഹത്വത്തിന്റെ പേരിൽ മനുഷ്യന്റെ ഈ സ്വത്വം അടിയറ വെച്ച് അവന്റെ ജീവിതം തറപറ്റിക്കുന്ന ഒരു തരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇസ്ലാമിന്റെ പേരിൽ ഈ സമൂഹത്തിൽ വളർന്നു വരുന്നില്ല. മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ഏറ്റവും മഹത്വമുള്ള ആരാധന ഏതാ? ശരീരം കൊണ്ടൊന്ന് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും മഹത്വമുള്ളത് നിസ്കാരമാണ്. നിസ്കാരത്തിന്റെ സ്വഭാവം എന്താ? നിസ്കാരത്തിന്റെ സ്വഭാവം അത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ആരോഗ്യത്തെ പ്രൊമോട്ട് ചെയ്യുന്നു. ഞാനത് വിശദീകരിക്കുന്നില്ല, സന്ദർഭം അനുകൂലമാകുന്നതിന്റെ അളവിൽ പറയാൻ ശ്രമിക്കാം. അവന്റെ സാമ്പത്തികമായ സ്ഥിതിവിശേഷങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച്, ഒരു മനഃശാസ്ത്ര ഘടന അത് ഈ നിസ്കാരത്തിനുണ്ട്. സാമൂഹികമായ വലിയൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ്, ഒരു സോഷ്യൽ ബിൽഡിംഗ്, ഒരു സോഷ്യൽ സാമൂഹിക നിർമ്മാണം, ആ നിർമ്മാണത്തിന് ഈ നിസ്കാരമേറെ സഹായിക്കും. നമുക്കറിയാം, നോക്കൂ, ഈ നാട്ടുകാരായ നമ്മൾ പരിസരത്തുണ്ടെങ്കിൽ ഇവിടെ ജമാഅത്തിന് വരും. സ്ഥിരമായി ജമാഅത്തിന് വരുന്ന ഒരാൾ ഒരു തവണ ജമാഅത്തിന് വരാതിരിക്കുമ്പോൾ, 2 തവണ ജമാഅത്തിന് വരാതിരിക്കുമ്പോൾ, അത് 3 തവണയാകുമ്പോൾ നമ്മൾ ചോദിക്കും, എന്തു പറ്റി ഹാജിയരെ, എന്തു പറ്റി സുഹൃത്തെ? ഇതൊരു സോഷ്യൽ റിലേഷനാണ്, സാമൂഹിക ബന്ധം നിർമ്മിക്കാൻ സഹായിക്കുന്നതാണ്. ജമാഅത്തുകൾക്കൊന്നും ഒത്തുകൂടാൻ സൗകര്യമില്ലാത്തവരാണെങ്കിലും ജുമുഅക്ക് കുറച്ചുകൂടി നമ്മൾ പ്രാധാന്യം നൽകും.
കുറച്ചൊക്കെ അകലെയാണെങ്കിലും ജുമയ്ക്ക് നമ്മുടെ മഹല്ലിൽ തന്നെ എത്തണമെന്ന് നമ്മൾ ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുന്ന പക്ഷം ആ ഒത്തുചേരലിൽ നമ്മുടെ ഇടയിൽ നിർമ്മിക്കപ്പെടുന്നൊരു സാമൂഹിക ബന്ധമുണ്ട്. ഈ സാമൂഹിക ബന്ധം എന്ന് പറയുന്നത് വലിയൊരു സാമൂഹിക സൃഷ്ടിപ്പാണത്. ഇങ്ങനൊരു ക്രിയാത്മകമായി ഇടപെടുന്നൊരു രീതി എല്ലാറ്റിലും കാണാം. ഞാൻ ഒന്ന് മാത്രം എടുത്ത് പരാമർശിച്ചതാണ്. എൻ്റെ വിഷയം ഇങ്ങനെ എല്ലാറ്റിലും നേട്ടമുള്ള ആചാരം, എല്ലാറ്റിലും നേട്ടം മാത്രം നൽകുന്ന മനുഷ്യന്റെ ജീവിത വ്യവസ്ഥിതി, ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മതം എന്നത് ഒരു മനുഷ്യന്റെ സ്വത്വമാണ്. ഒരു മനുഷ്യന്റെ സ്വത്വമാണത്. ഒരു മനുഷ്യന്റെ തറവാടാണത്. ആ വലിയൊരു തറവാടിത്വം മനുഷ്യന് പകർന്നു നൽകുന്ന ഒരു മഹത്വമായ ആദർശമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് എന്നെ സൃഷ്ടിച്ചവന്റെ മുമ്പിലല്ലാതെ എൻ്റെ അന്തസ്സുറ്റ ഈ നെറ്റിവെക്കാൻ പാടില്ല. ഈ തല എൻ്റെ ഉടമ എന്ന പേരിൽ ഒരാളുടെ മുമ്പിലും അള്ളാഹുവിൻ്റെ മുമ്പിലല്ലാതെ ഒരിക്കലും തന്നെ അടിയറവ് പറയാൻ പാടില്ല. മഹാന്മാരോട് നമ്മൾ വല്ലപ്പോഴും ബഹുമാനം കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു മാനദണ്ഡം മാത്രമാണത്. എന്തുകൊണ്ടാണ് അവരോട് ബഹുമാനം കാണിക്കുന്നത്? അവർ നല്ല മസിലുള്ളവരാണ് കൊണ്ടാണോ? അല്ല. അവർ വലിയ സ്വത്തുള്ളവരാണ് ആണോ? അതുകൊണ്ടല്ല. ഒരു കാരണം കൊണ്ടാണ് ഒരു മഹാനെ നമ്മൾ ബഹുമാനിക്കുന്നത്. നമ്മളെ ചേരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മഹാന ഉൾപ്പെടെ നമ്മളൊരു മഹാനെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ എന്താ കാരണം? ആ മഹാൻ അള്ളാഹുവിനെ പരിഗണിച്ചതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യനായതുകൊണ്ട് നാം ബഹുമാനിക്കുന്നു. ഏത് മഹാനെയും നമ്മൾ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മഹാനെ ബഹുമാനിച്ചിരിക്കുന്നു. ആ ബഹുമാനത്തിന്റെ മാനദണ്ഡത്തിന്റെ പേരിൽ ഒരു അള്ളാഹുവിന്റെ സൃഷ്ടിയായ ഒരു മഹാനെ ബഹുമാനിക്കുന്നു. അതിൻ്റെ പേരിൽ മനുഷ്യന്റെ അന്തസ്സത്ത കളയപ്പെടുന്നില്ല. ഈ അന്തസ്സത്ത മുറുകെ പിടിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ നോക്കൂ. അതുകൊണ്ടെല്ലാം ഏത് ആചാരങ്ങളാണെങ്കിലും, ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്ന ഏത് ആചാരങ്ങൾക്കും പൊതു സ്വഭാവം എന്താ? അതൊരു മനുഷ്യനിൽ മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി അഭിവൃദ്ധി നൽകാൻ സഹായിക്കുന്നതാണ്. ഒരു കച്ചവടക്കാരൻ കൃത്യനിഷ്ഠയുള്ള ഒരു കച്ചവടക്കാരനാണെങ്കിൽ അവൻ്റെ കച്ചവടം എത്രയും പെട്ടെന്ന് വികസിച്ച് അത് വളരെ സമ്പുഷ്ടീകരിക്കപ്പെടാൻ അത് വലിയ കാരണമാണ്. ഈ സമയനിഷ്ഠ ഒരു കച്ചവടക്കാരൻ്റെ ജീവിതത്തിലേക്ക് ഒരു ഇംപ്ലിമെന്റേഷൻ, പ്രയോഗവൽക്കരണം, നടപ്പിലാക്കൽ അതിനേറെ സഹായിക്കുന്നതാണ് കറക്റ്റ് ഓൺ ടൈം, കൃത്യസമയത്തുള്ള നിസ്കാരം. കൃത്യസമയത്ത് നിസ്കരിക്കുന്ന ഒരു കച്ചവടക്കാരൻ എന്നും അയാളുടെ കച്ചവടത്തിന് വിശ്വാസ്യത കൂടുതലായിരിക്കും. അദ്ദേഹത്തിന് ടൈമിംഗ് എപ്പോഴും കൂടുതലായിരിക്കും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വിജയ സാധ്യത വളരെ കൂടുതലായിരിക്കും. ഇത് മാത്രമാണ് കച്ചവടത്തിൻ്റെ ഒരു വിജയം എന്ന് കേൾക്കരുതെന്ന് മാത്രം. അതൊരു പ്രധാന കാരണമാണ്. ഇവിടുന്ന് അങ്ങോട്ട് എന്തും ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാറ്റിലും നമുക്ക് എന്ത് കാണാം? ഈ ഒരു അവസ്ഥ കാണാം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മുസ്ലിമായി. ഇസ്ലാം അള്ളാഹുവിൻ്റെ മതം. ഇസ്ലാം നമ്മളെ സൃഷ്ടിച്ച അറബിൻ്റെ മതം. ഇസ്ലാം നമ്മളെ പടച്ച് ഈ ലോകം മുഴുവനും പടച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ മതം. ആ അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാം എന്നത് വളരെ അന്തസ്സോടെ നാം ഏറ്റെടുക്കുന്നു. നമ്മളതിൻ്റെ വക്താവാകുന്നു. ഈ വക്താവാകുന്നതിൻ്റെ പേരിൽ നമുക്ക് എല്ലായിടങ്ങളിലും ഒരു ഫ്രീഡം മൈൻഡ് സൃഷ്ടിച്ച് നൽകുകയാണ് ശരിക്കും ചെയ്യുന്നത്. എന്താണ് ഫ്രീഡം? നമുക്ക് സമയ സ്വാതന്ത്ര്യം, അതുപോലെ ആരോഗ്യത്തിലുള്ള സ്വാതന്ത്ര്യം, എല്ലാ വിഷയത്തിലും പുരോഗമനത്തിന് ആവശ്യമായ സർവവും പ്രൊമോട്ട് ചെയ്യുന്നൊരവസ്ഥ. മദ്യം അത് വേണ്ട, വെള്ളം നിങ്ങൾക്ക് പ്രൊമോട്ടഡാണ്, നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതാണ്. കള്ള് വേണ്ട, പാല് നിങ്ങൾക്ക് കുടിക്കാം, ജ്യൂസ് നിങ്ങൾക്ക് കുടിക്കാം, നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം നൽകുന്നത് കുടിക്കാം, തിന്നാം. അതേ സമയത്ത് മദ്യം വേണ്ട. നിങ്ങൾ ഒരാളെ സഹായിച്ചോളൂ. സഹായം ഒരാളുടെ ലീഡർഷിപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു മീഡിയയാണ്. സയ്യിദുൽ ഖൗമി ഖാദിമുഹും. സെർവ് ചെയ്യുക, സാമൂഹിക സേവനം ചെയ്യുക എന്നതൊരു നേതാവിന്റെ സ്വഭാവമാണ്. ഏറ്റവും വലിയ, ഏറ്റവും വിജയമുള്ള, ഏറ്റവും അടിത്തറയുള്ള ഒരു പൊളിറ്റീഷ്യൻ ആരാ?
ഏറ്റവും നന്നായി സമൂഹത്തെ സേവ് ചെയ്യുന്ന, സേവനം ചെയ്യുന്ന മനുഷ്യനാണ് ഏറ്റവും വിജയിയായ പൊളിറ്റീഷ്യൻ. എന്നാൽ ഇത് സയ്യിദുൽ ഖൗമി ഖാദിമുഹും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിലൂടെ നമുക്ക് സെർവ് ചെയ്യാം, പരസ്പരം സഹായിക്കാം. അതൊരു മനുഷ്യനെ നേതാവാക്കുന്നതാണ്. കൊല്ലണ്ട. ഇവിടെ പല ആർട്ടുകളും തല്ലുമാലകളിലൂടെയും മറ്റും സമൂഹത്തെ തല്ലാൻ പഠിപ്പിച്ചു, കൊല്ലാൻ പഠിപ്പിച്ചു. ഇസ്ലാം പറഞ്ഞു, നിങ്ങൾ സെർവ് ചെയ്യുന്നവരാകും. പാപമൊന്നുമല്ലാത്ത നല്ല നല്ല വളർന്നു വരുന്ന തലമുറയെ ബ്രെയിൻ വാഷ് ചെയ്ത് 2 സ്കൂളിലായതിൻ്റെ പേരിൽ 2 പറ്റം കുട്ടികളായി തമ്മിത്തല്ലി ചാവുമ്പോൾ കണ്ട് ചിരിക്കുന്ന ക്രൂരന്മാരായി സിനിമ ആർട്ടിസ്റ്റുകൾ മാറുമ്പോൾ ഇസ്ലാം പറഞ്ഞു, പ്ലീസ്, നിങ്ങൾ അങ്ങനെയല്ല ആകേണ്ടത്. നിങ്ങൾ നേതാവാകൂ. നിങ്ങൾ മനുഷ്യത്തിൽ നേതൃസ്വഭാവം നേടിയെടുക്കൂ. പരസ്പരം സെർവ് ചെയ്യുന്നവരാകൂ. അത് യോഗ്യതയാണ്. തല്ലൽ ഏത് ഗുണ്ടക്കും സാധിക്കും, കൊല്ലാൻ ഏത് മൃഗങ്ങൾക്കും സാധിക്കും. സംരക്ഷിക്കാൻ മനുഷ്യനാണ് കഴിയുക. അതുകൊണ്ട് നിങ്ങൾ സംരക്ഷിക്കുന്നവരാകൂ. ജീവികളെയും മനുഷ്യരെയും തൻ്റെ പരിസരത്തെയും സംരക്ഷിക്കുന്നവരാകൂ. ഇങ്ങനെ എവിടെയും നിങ്ങൾ നോക്കൂ, ഇസ്ലാം പ്രൊമോട്ട് ചെയ്ത ഏത് ആശയോ വസ്ത്രവിധാനം. വസ്ത്രം ഒരാളുടെ മാനസികമായ മനസ്സിൻ്റെ മാനസികാവസ്ഥയെ സ്വാധീനിക്കുന്നതാണ്. ഒരിക്കൽ ഞാനൊരു സ്കൂളിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പെൺകുട്ടി ചോദിച്ചു, സതേ, വസ്ത്രവിധാനത്തിൽ ഞങ്ങൾക്ക് എന്താണ് ഇത്ര കണിശത? ഞാൻ ചോദിച്ചു, എന്തു പറ്റി? ഞങ്ങൾക്ക് ശരീരം മറക്കണം, മുഖം മറക്കണം എന്നൊക്കെ നിർദ്ദേശം നൽകുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് മാത്രം എന്തേ ഇത്ര കുടുസാക്കുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് ചോദ്യം ഇഷ്ടമാണ്. എല്ലാ ആശയങ്ങളെയും തൊള്ളതൊടാതെ വിഴുങ്ങുന്നതിന് പകരം ചിന്തിച്ച് ആ ശരിയെന്ന് ബോധ്യപ്പെട്ട് സ്വീകരിക്കുന്നതിനാണ് എനിക്കിഷ്ടം. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മോളെ, നീ 3 കാര്യങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. അന്നെൻ്റെ കയ്യിൽ ഒരു ജേണൽ ഉണ്ടായിരുന്നു. ആ ജേണലിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു വെസ്റ്റേൺ ജേർണലിസ്റ്റ് ഇസ്ലാം സ്വീകരിച്ചൊരു കഥയുണ്ടായിരുന്നു. ഒരു സഹോദരിയാണ്, ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ ഇസ്ലാം സ്വീകരിക്കാനുണ്ടായ പശ്ചാത്തലം എന്താ അറിയുക? മുസ്ലിമീങ്ങളായ പലരെയും കണ്ട് ഇഷ്ടപ്പെട്ട് അവരുടെ ഒരു മകൾ ഇസ്ലാം സ്വീകരിച്ചു. ഈ മകളെ ഈ ആശയത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് ഈ സഹോദരിക്ക് സാധിച്ചില്ല. അപ്പൊ ഇവളൊരു പ്ലാൻ ചെയ്തു. 500 ഇത്തരം കുടുംബങ്ങളെ, അഥവാ മക്കൾ ഇസ്ലാം സ്വീകരിച്ച ക്രിസ്ത്യൻ കുടുംബങ്ങളെ അമേരിക്കയിൽ നിന്ന് സെലക്ട് ചെയ്ത് അവരുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ ഒപ്പിയെടുത്ത് ഒരു അസൈൻമെന്റ്, ഒരു പ്രൊജക്ട് ആ ജനങ്ങളുടെ ഇടയിലേക്ക് പബ്ലിഷ് ചെയ്യണം. അങ്ങനെ ആരംഭിച്ചു. 100 എണ്ണം കംപ്ലീറ്റ് ആയപ്പോൾ ഈ സഹോദരി ഇസ്ലാം സ്വീകരിച്ചു. എന്തുകൊണ്ടാണ് ഇസ്ലാം സ്വീകരിച്ചതെന്ന് അവർ പ്രസിദ്ധപ്പെടുത്തി. അവർ പറഞ്ഞു, വെസ്റ്റേൺസിലൊരു ജേർണലിസ്റ്റ് ആകുമ്പോൾ സ്വാഭാവികമായും ഒരു ലേഡിയാണെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ സിംഹഭാഗവും അവർ പ്രദർശിപ്പിച്ചിരിക്കും. ഈ പ്രദർശിപ്പിക്കുന്ന ഈ സഹോദരി ഓരോ പെൺകുട്ടിയെയും ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഈ പെൺകുട്ടികളുടെ ആൻസർ, ഞങ്ങൾക്ക് സാമ്പത്തിക സഹായം കിട്ടിയത് കൊണ്ടല്ല ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചത്. ഞാൻ ഇസ്ലാം സ്വീകരിച്ചത് ഈ മുസ്ലിം സഹോദരിമാര് ധരിക്കുന്ന വേഷം ഒന്ന് ധരിച്ചു നോക്കുമ്പോൾ ഒരു കംഫർട്ട്നെസ്, അതൊരു സുഖം. ഇത് നിരന്തരം കേട്ടപ്പോ ഈ സഹോദരിയുടെ മനസ്സിൽ തോന്നി തുടങ്ങി, ഇത് ശരിയല്ലേ? കാരണം ഞങ്ങളുടെ ശൈലിയായി ശരീരം പ്രദർശിപ്പിക്കുന്ന ഈ വസ്ത്രം ധരിക്കുമ്പോഴും മുട്ടിന് താഴെ പ്രദർശിപ്പിക്കുമ്പോൾ, ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുമ്പോൾ, മാറ് പ്രദർശിപ്പിക്കുമ്പോൾ, ആ പ്രദർശിപ്പിക്കുന്ന ഭാഗങ്ങളിലേക്ക് ഒരു അന്യപുരുഷൻ നോക്കി നൊട്ടി നുണഞ്ഞാൽ, അവൻ കാമപൂർവം ഒന്ന് നോക്കിയാൽ അത് അസ്വസ്ഥതയുണ്ടാക്കാറുണ്ട്. എങ്കിൽ മറ്റൊരാൾ നോക്കുമ്പോൾ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒന്ന് ഞാൻ പ്രദർശിപ്പിക്കുമ്പോൾ എൻ്റെ നൈസർഗികമായ എൻ്റെ നീഡ്, എൻ്റെ ആവശ്യം അതെന്താണ്? ഇത് മറച്ചു വെക്കേണ്ടതാണെന്നാണ് അത് പഠിപ്പിക്കുന്നത്. പുരുഷന് അവൻ്റെ ശരീരഭാഗങ്ങളിലേക്ക് ഒരു സ്ത്രീ താല്പര്യബോധ്യം നോക്കിയാൽ ഒരിക്കലും അസ്വസ്ഥതയുണ്ടാവുകയില്ലെന്ന് പലപ്പോഴും സൈക്കോളജി പഠനങ്ങൾ നടത്തിയവർ 7 ഭൂഖണ്ഡങ്ങളിലായി വർഷങ്ങളോളം സഞ്ചരിച്ച് 9 വർഷത്തോളം സഞ്ചരിച്ച് പഠനം നടത്തിയപ്പോൾ
വളരെ വിശദമായി അവർ റിപ്പോർട്ട് ചെയ്തത് കാണാം. പുരുഷന് ആവേശികമായി അവന്റെ ശരീരഭാഗങ്ങളിലേക്ക് സ്ത്രീ കാമത്തോടെ നോക്കിയാൽ ഒരു ഹേർട്ട് ചെയ്യുന്ന, വേദനിപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ടാകുന്നില്ല. അറ്റ് സെയിം ടൈം, അതേസമയം സഹോദരിമാർക്ക് മറ്റൊരു മാനസികാവസ്ഥയുണ്ട് എന്നവർ തെളിയിക്കുന്നു. ഈ ജേർണലിസ്റ്റ് പറയുന്നു, എൻ്റെ മനസ്സ് ചിന്തിച്ചു തുടങ്ങി, ശരിയല്ലേ, എൻ്റെ ശരീരത്തിലും ഇത് മറക്കൽ എൻ്റെ കംഫർട്ട്നെസ്സാണ്. എൻ്റെ സൗകര്യം എന്താണ്? ഇത് മറച്ചു വെക്കലാണ്. പിന്നെ ഞാൻ എന്തിന് ഈ വസ്ത്രം ധരിക്കുന്നു? ഒരു വെസ്റ്റേൺ കൾച്ചറിൽ ജീവിക്കുന്ന എന്നെ ഈ വെസ്റ്റേൺ സോഷ്യൽ പാറ്റേൺ എന്നെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ നടക്കാൻ, ഞാനിങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ എൻ്റെ വെസ്റ്റേൺ സൊസൈറ്റി എന്നെ ഒരു പക്ഷേ തള്ളിയേക്കാമെന്ന തോന്നലാണ് എന്നെ കൊണ്ട് ഈ വസ്ത്രം ധരിപ്പിക്കുന്നത്. സത്യത്തിൽ എൻ്റെ ഫ്രീഡത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണ് ഈ വെസ്റ്റേൺ കൾച്ചറുള്ള ഒരു സൊസൈറ്റിയുടെ പശ്ചാത്തലം. ഇവിടെയാണ് ഇസ്ലാം പറയുന്നത്, ഈ നൈസർഗികമായ ആവശ്യം നിനക്ക് നിയമമാക്കി തന്നു എന്നാണ് ഇസ്ലാം പറയുന്നത്. ഈ പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചു, മോളെ, നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ഫാമിലിയിൽ ആരെങ്കിലും നിഖാബ് ധരിക്കുന്നവരും ഈ വേഷം ധരിക്കുന്നവരുണ്ടോ? ഇല്ല. എന്നാൽ നിന്റെ പരിചയത്തിലുണ്ടോ? അതുണ്ട്. നീ നല്ല സ്വസ്ഥമായൊരു സമയം സെലക്ട് ചെയ്യുക. ആ സമയത്ത് ഇത്തരം 2 or 3 സഹോദരിമാരെ വളരെ സ്വസ്ഥമായൊരു സമയം പോയിക്കണ്ട് സ്വകാര്യ സംസാരങ്ങളിൽ സംസാരിക്കുക. ആ സംസാരത്തിനിടയിൽ നിങ്ങൾ ചോദിച്ചു നോക്കുക, വാട്ട് യു ഫീൽ? എന്താണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്? നിങ്ങൾ ആരെങ്കിലും പേടിച്ചിട്ടാണോ ഈ വസ്ത്രം ധരിക്കുന്നത്? ചോദിച്ചു നോക്കൂ. എന്നിട്ട് നീ പഠിക്കൂ. സെക്കൻഡ് വൺ, മൂന്നാമത്തത്. ഒന്ന്, ഞാൻ ഈ ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഈ വെസ്റ്റേൺ ജേർണലിസ്റ്റിന്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. 2, ഇതുപോലുള്ള ഒരാളെ നിങ്ങൾ പോയിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്യൂ, അല്ലെങ്കിൽ അവരിൽ നിന്നൊന്ന് പഠിക്കൂ. തേർഡ് വൺ, മൂന്നാമത്തത്, നീ ഒരു കാര്യം ചെയ്യും, ഒരു 3 മാസം ജസ്റ്റ് ട്രൈ, ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കുക. വാട്ട് യു ഫീൽ? എന്താണ് അങ്ങനെ ഉണ്ടാകുന്നത്? അങ്ങനെ ഒരു വസ്ത്രധാരണ നടത്തുമ്പോൾ എന്താണ് നിന്റെ എക്സ്പീരിയൻസ്? ആരെയും പേടിച്ചിട്ട് ചെയ്യണ്ട. തൊട്ടടുത്ത ദിവസം ഞാൻ ആ സ്കൂൾ പശ്ചാത്തലത്തിൽ ഒരു സ്ഥലത്തിരിക്കുന്ന സമയത്ത് ഒരു സംഭാഷണം എന്നെ പെട്ടെന്ന് ഞെട്ടിച്ചു. ആ സംഭാഷണത്തിൽ ജസ്റ്റ് ഒരു കമന്റ് ആണത്. ഇതെന്താ താലിബാനിസമാണോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യവും ആ ചോദ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്പോട്ട് ആൻസറും. സ്പോട്ട് ആൻസർ എന്താ പറയുക? ഇറ്റ്സ് മൈ റൈറ്റ്, ഇതെന്റെ അവകാശമാണ്. അപ്പൊ ഞാൻ നോക്കി, ആരാണ് ഈ സംസാരിക്കുന്നത്? സയൻസ് ക്ലാസ്സിൽ ഒബ്സർവേഷൻ നോട്ട്ബുക്കിൽ സൈൻ ചെയ്ത് കൊടുക്കാനിരിക്കെ ടീച്ചർ ചോദിക്കുകയാണ്, നീ എന്താ ഇങ്ങനെ മുഖമൊക്കെ മറച്ചൊരു താലിബാനാകുകയാണോ എന്ന് തമാശക്ക് ചോദിച്ചതാണ്. അതേ തമാശക്ക് കുട്ടി ആൻസർ പറഞ്ഞു, ഇറ്റ്സ് മൈ റൈറ്റ്, ഇതെന്റെ അവകാശമാണെന്ന് പറഞ്ഞു. കാരണം എന്താ? തലേ ദിവസം എന്നെ ആരോ മുഖംപടി ധരിപ്പിക്കാൻ നിർബന്ധിപ്പിക്കപ്പെടുന്നു എന്ന് തോന്നിയ സഹോദരിക്ക് ഒരു കാര്യം പിടികിട്ടി, എന്റെയും കൂടെ ആവശ്യമാണ്. ഞാൻ എൻ്റെ മുഖം പ്രദർശിപ്പിക്കുമ്പോൾ ആ മുഖത്തേക്ക് ഒരു പുരുഷൻ കാമത്തോടെ നോക്കുക എന്നത് സാർവത്രികമാണ്, സാധ്യതയുള്ളതാണ്. അങ്ങനെ ഒരു സാധ്യതയെ ഓപ്പൺ ചെയ്തിട്ട് ആരും എന്നെ നോക്കരുതേ എന്ന് പറയുന്നതിൽ യുക്തിയില്ല എന്ന് ആ സഹോദരിക്ക് തോന്നി. അവളൊന്ന് ചെയ്തു, ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി പരിശോധിച്ചു. ശേഷം ഡിഗ്രി പഠിക്കുമ്പോഴുൾപ്പെടെ ആ പെൺകുട്ടി ദിവസവും സമയവും എല്ലാ പഠന കാലയളവിലും നിഖാബ് ധരിച്ച് പഠിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ പറയുന്നത്, ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്നത് അവരവരുടെ അവകാശങ്ങളെ അവർക്ക് നിയമമാക്കി വകവെച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. വേഷത്തിലാണെങ്കിൽ അങ്ങനെയാണ്. പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് മറ്റാർക്കോ വേണ്ടിയാണ്. ഇന്നും നിങ്ങൾ പഠിച്ചു നോക്കൂ, യാതൊരു പക്ഷപാതിത്വവും ഇല്ലാതെ പുതിയ കാലത്ത് വേഷവിധാനത്തിന്റെ പേരിൽ പുതിയ ഫാഷനുകൾ, സഹോദരിമാര് ശരീരം പ്രദർശിപ്പിക്കുന്ന തരത്തിൽ വസ്ത്രം ധരിക്കുമ്പോൾ നിങ്ങൾ ഈ സഹോദരിമാരോട് ചോദിച്ചു നോക്കൂ, എന്താണ് ഈ വസ്ത്രം സെലക്ട് ചെയ്യാനുള്ള കാരണം? നല്ലൊരു ശതമാനം സഹോദരിമാരും ഇങ്ങനെ ധരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ സൊസൈറ്റിയുടെ ഭാഗമാകൂല, ഞാൻ എൻ്റെ സഹപാഠികളുടെ ഒന്നും കൂട്ടത്തിൽ പെടൂല,
എന്ന ഒരു തോന്നലിന്റെ പേരിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന് പറയുന്ന പേരാണ് സ്വാതന്ത്ര്യമില്ലായ്മ എന്ന്. സ്വാതന്ത്ര്യം എന്താ? അവരുടെ യഥാർത്ഥ ആവശ്യം തിരിച്ചറിഞ്ഞ് ആ ആവശ്യം ജീവിതവൽക്കരിക്കാനുള്ള അവകാശമാണ്, അവസരമാണ് സ്വാതന്ത്ര്യം. അത് വകവെച്ച് നൽകുന്നത് അള്ളാഹുവിന്റെ ദീനാണ്. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് വിശ്വാസമാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ആരാണ് നിങ്ങളുടെ യഥാർത്ഥ ഏറ്റവും പ്രിയപ്പെട്ട സംരക്ഷകൻ? ആരാ? ആത്യന്തികമായി ഉമ്മയാണ്, ബാപ്പയാണെന്ന് പറയാൻ പറ്റുമോ? കാരണം ഒരു ഉമ്മക്ക് മകനോട് മകളോട്, ഒരു ബാപ്പക്ക് മകനോട് മകളോട് ഈ ഒരു നൈസർഗികമായ ബന്ധം, ഇപ്പോൾ നമ്മളൊക്കെ കാണുന്ന തരത്തിലുള്ളൊരു ബന്ധം, ഈ ബന്ധം ഉണ്ടാകണമെന്ന് തീരുമാനിച്ചതാര്? വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു മവദ്ദത്തും റഹ്മത്തും എന്ന് പറയുന്നത്. ഈ കൈൻഡ്നസ്, ഇത് നിങ്ങൾക്കുണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിന് മാത്രം കഴിയുന്ന റൂൾ ബിൽഡിംഗ് ആണത്, ഒരു നിയമനിർമ്മാണമാണത്. ഇത് നിങ്ങളിൽ പരസ്പരം ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്ത ഒരു അത്യത്ഭുതമായ ഒരു പ്രവണതയാണത്. ഈ പ്രവണത പടച്ച റബ്ബിനെ മറന്നിട്ടൊരു മാതാവോ ഒരു പിതാവോ അതിൽ പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാറ്റിലുമുപരി നാം നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവുമായി ഒരു റിലേഷനുള്ള ഒരാളാകണം. ഫഫിറൂ ഇലല്ലാഹ്. ചരിത്രം ധാരാളം ഇങ്ങനെ എണ്ണിപ്പറഞ്ഞു. വഖൗമ നൂഹിൻ, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തെ ചെറിയ ചെറിയ കൊച്ചു വാക്കുകളിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തെ വിവരിച്ചു. ആദ് സമൂഹം, സമൂദ് ഗോത്രം, സാലിഹ് നബി അലൈഹി സ്വലാമിന്റെ സമൂഹം, അതുപോലെ ഹൂദ് നബി അലൈഹി സ്വലാമിന്റെ ആദ് സമൂഹം. ഇങ്ങനെ ഓരോ സമൂഹത്തെയും കൊച്ചു കൊച്ചു വരികളിലൂടെ വിവരിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ. നിങ്ങൾ ആകാശം കണ്ടിട്ടുണ്ടോ? ഈ ആകാശം എത്ര വിശാലമാണ്! ഈ ആകാശലോകത്തിന്റെ വൈപുല്യം എത്ര വലുതാണ്! നിങ്ങൾ പ്ലാനറ്റോറിയത്തിലെ ആ ചെറിയ മണിക്കൂറുകളുള്ള ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. എത്ര വിശാലമാണ് അതിന്റെ സെറ്റപ്പ്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം സയൻസിന് പറയാനുള്ള ഒരു കമന്റ് ഉണ്ട്. ആ കമന്റ് എന്താ അറിയാം? സമീപകാലത്ത് കണ്ടെത്തിയ ഗോളങ്ങളും ഉപഗോളങ്ങളും വരെ ചർച്ച വിഷയമാണ്. പക്ഷെ ഇതെല്ലാം ചർച്ച ചെയ്തതിന് ശേഷം സയൻസിന് പറയാനുള്ള കമന്റ് എന്താണ്? ഇത് ഈ ഉള്ള ലോകത്തിന്റെ 3% മാത്രമാണ്. ഇനിയും 97% നിങ്ങൾ കണ്ടെത്താത്തതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്ത് മനസ്സിലാക്കണം മനുഷ്യൻ? അതിന് നമ്മളാണ് അതിന് വിശാലത നൽകുന്നതെന്ന പദപ്രയോഗം വിശദീകരിക്കാൻ വലിയ ഒരു സയൻസ് ഒരു സെമിനാർ, ആ സെമിനാറിന്റെ വലിയ വിശാലമായ സമയം മതിയാകില്ല. വൈന്നലമൂസിഊൻ എന്ന സെന്റൻസ് ഉപയോഗിച്ചപ്പോ അവിടെ ഇസ്മിയായ ജുംല ഉപയോഗിച്ചത്, ആ മൂസിഊൻ എന്ന പദം ഉപയോഗിച്ച് വിശദീകരിച്ചതിന്റെ അർത്ഥ സാധ്യതകളെ കുറിച്ച് പറയാൻ അത്രയും സമയം വേണം. വല്ലർള ഫറശ്നാഹ, ഭൂമി ഗോളമാണ്, പക്ഷേ നിങ്ങൾക്കത് വിരിച്ചു നൽകി. നിങ്ങൾക്ക് നേരെ ഓടിയിട്ട് തീരുന്നില്ല, പക്ഷേ ഭൂമി ഗോളാകൃതിയിലാണ്. ഗോളാകൃതിയിലിരിക്കുമ്പോഴും നിങ്ങൾക്കത് തൊട്ടിലിന്റെ സ്വഭാവം എന്താ? തൊട്ടിലിന്റെ പ്രസക്തി എപ്പോഴാ? തൊട്ടിലിൽ കുഞ്ഞിനെ കിടത്തി ആട്ടുമ്പോഴാണ് തൊട്ടിലിന് പ്രസക്തി. തൊട്ടിൽ ആടുമ്പോഴാണ് കുട്ടിക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭൂമി ചലിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് നടക്കാൻ അത് അനുകൂലമാണ്, നിങ്ങൾക്ക് കിടക്കാൻ അത് അനുകൂലമാണ്, നിങ്ങൾക്ക് വാഹനവുമായി ചീറിപ്പായാൻ അത് അനുകൂലമാണ്. ഇങ്ങനെ ഇതിനെയെല്ലാം പടച്ചൊരു റബ്ബുണ്ട് മക്കളെ. അതുകൊണ്ട് ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ വക്താക്കളാകൂ. എങ്കിൽ ജീവിതത്തിന് അർത്ഥമുണ്ട്.
അതല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി എൻ്റെ അടുത്ത് വന്നു. ആ ഫാമിലി ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. രണ്ടുപേരും നല്ല ചിട്ടയും മട്ടവും ഒക്കെ ഉള്ള രണ്ട് മാതാപിതാക്കൾ. പക്ഷേ വളർന്നു വരുന്ന 16 വയസ്സുകാരനായ 17 വയസ്സുകാരനായ മകൻ, ആ മകൻ ഇസ്ലാമിക വ്യവസ്ഥിതികളെയും ശരികളെയും തെറ്റുകളെയും വേർതിരിക്കുന്നതിന് പകരം തോന്നിയതുപോലെയുള്ള ജീവിതത്തെ പ്രൊമോട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം ആകെ ആകുലനായി, വല്ലാതെ വിഷമിച്ചു. അദ്ദേഹം ആ കുട്ടിയെയും കൂട്ടി വന്ന സമയത്ത് എന്നോട് പറഞ്ഞു, സാദേ വല്ലാതെ വിഷമമുണ്ട്, ഞാൻ നിങ്ങളെ ചില പ്രഭാഷണങ്ങൾ കേട്ടതിന് ശേഷം അപ്പോയിൻമെന്റ് വാങ്ങിയതാണ്, എൻ്റെ മകനോട് ഉസ്താദ് ഒന്ന് സംസാരിക്കണം. ഞാൻ ഈ മകനോട് സംസാരിച്ചു. ഞാൻ ആ മകനോട് ചോദിച്ചു, മോനെ, നിനക്ക് നിന്റെ ഫാമിലി ലൈഫ് ആക്സെപ്റ്റബിൾ ആണോ, സന്തോഷപൂർണമാണോ? ആ കുട്ടി എന്നോട് പറഞ്ഞു, നോ. ഞാൻ ചോദിച്ചു, നിനക്ക് വയസ്സെത്ര? 17 വയസ്സ്. ഈ 17 വയസ്സുവരെ നീ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിച്ചിരുന്നോ? യെസ്. നീ ഈ പ്രാവശ്യം പെരുന്നാളിനെടുത്ത ഡ്രസ്സിന്റെ വില എത്രയാ? വലിയൊരു തുക പറഞ്ഞു ആ കുട്ടി. ഈ പെരുന്നാൾ ഉൾപ്പെടെയുള്ള 17 വർഷത്തെ പെരുന്നാളുകൾക്കും അല്ലാത്ത നാളുകൾക്കുമായി നീ ധരിച്ച വസ്ത്രം ആരുടെ ചെലവില? ബാപ്പയുടെ ചെലവിൽ. നീ കഴിച്ച ഭക്ഷണം ആരുടെ ചെലവില? 17 വർഷം ബാപ്പയുടെ ചെലവിൽ. നീ താമസിച്ച നിന്റെ കിടപ്പിടം ആരുടെ ചെലവില? ഒരു ബെഡ് സ്പേസിന് ഒരു മാസത്തേക്കുള്ള റെന്റ് എത്ര വരും? ഇങ്ങനെ എല്ലാം തന്ന നിന്റെ പിതാവിനോട് നിന്റെ റിലേഷൻ എന്ത്? ആ കുട്ടി തിരിച്ചെന്നോട് ചോദിച്ചു, മനസ്സിന് സുഖമില്ലെങ്കിൽ ഇതിനൊക്കെ എന്തർത്ഥമാവുള്ളത്? നാം മനസ്സിലാക്കേണ്ടത്, ഒരു മാതാവ് പിതാവ് എന്നത് ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സന്തോഷത്തിന് എല്ലായിടത്തും നമുക്ക് ഉപകാരപ്പെട്ടുകൊള്ളണമെന്നില്ല. അതേസമയത്ത് അങ്ങനെയല്ല. എവിടെയും നമുക്ക് നല്ല സ്വസ്ഥതയോടെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും ഇഷ്ടത്തോടെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരിടമാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. എന്തുകൊണ്ട്? ഈ മോൻ പറഞ്ഞു, ഉസ്താദേ, എപ്പോഴെങ്കിലും ഒരു സന്തോഷമുള്ള ഒരു വാക്ക് പറയണ്ടേ? ഇപ്പം ഞാൻ രണ്ടാളോടും സംസാരിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു, മോനെ, നീ ഇന്ന് തിരിച്ചു പൊക്കോളൂ. നിന്റെ അടുത്ത ഒരാഴ്ചക്ക് ശേഷമുള്ളൊരു ദിവസം നെക്സ്റ്റ് അപ്പോയിൻമെന്റ് എടുക്കുക. അന്ന് നീ വരുമ്പോൾ നിനക്ക് സ്വസ്ഥമാകാം. അവൻ എൻ്റെ മുഖത്ത് നോക്കി പുച്ഛത്തോടെ 2 ചിരി ചിരിച്ചു. അതിനുശേഷം എന്നോട് പറഞ്ഞു, ഉസ്താദേ, വെറുതെ പറയണ്ട, നടക്കത്തില്ല. അങ്ങനൊരു കാര്യം നടക്കൂല. കാരണം ഇവരിൽ നിന്ന് അങ്ങനെ ഒരു സാധനം അൺഎക്സ്പെക്റ്റഡ് മാറ്ററാണ്, സംഭവിക്കാൻ സാധ്യതയില്ലാത്തതാണ്. എന്തേ? ഞാൻ ജീവിതത്തിൽ ചിന്തിക്കാത്ത കുറ്റങ്ങൾ എൻ്റെ പേരിൽ ആരോപിച്ച് എന്നെ ശിക്ഷിക്കുകയും എന്നെ എപ്പോഴും ടോർച്ചർ ചെയ്യുക എന്നതാണ് എൻ്റെ മാതാപിതാക്കളുടെ ശൈലി. ഇവിടെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളൊരു നന്മ തീരുമാനിച്ചു. നമ്മുടെ മനസ്സിൽ നമ്മൾ തീരുമാനിച്ച ആ നന്മ അത് കൊട്ടിഘോഷിച്ച് എഴുതി വെച്ചിട്ടില്ലെങ്കിലും നമ്മൾ റബ്ബ് അറിയും. ഏത് തരത്തിൽ നിങ്ങൾക്ക് ഏത് മിസ്റ്റേക്ക് സംഭവിച്ചാലും നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങാൻ സന്നദ്ധമാണോ? ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം. അല്ലാഹു പുറത്തു തരാൻ സദാ സന്നദ്ധമാണ്. സദാ നമ്മുടെ ജീവിതത്തിൽ സർവാനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തരുന്നവനാര്? അല്ലാഹു. ഇനി തരാൻ ശേഷിയുള്ളവനാര്? അല്ലാഹു. ആ അല്ലാഹു എപ്പോഴും സദാ സജീവമാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അവൻ സദാ സജീവമാണ്, ഉറക്കം പറ്റിപ്പോകൂല. നമ്മുടെ മനസ്സിലുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ചിന്തിക്കൂല. നമുക്കെതിരെ ഇല്ലാത്ത വിഷയങ്ങൾ ആരോപിച്ച് പ്രയാസപ്പെടുത്തില്ല. സർവസമയവും നമുക്കെല്ലാം തരാൻ സന്നദ്ധനായ, കാരുണ്യവാനായ, കരുണാവാരിധിയായ, എന്തും പൊറുക്കാൻ വിശാലമായ പൊറുതി മഗ്ഫിറത്തിന്റെ വക്താവായ അല്ലാഹു ഇല്ലേ നമുക്ക്? അവൻ ഹയ്യും ഖയ്യൂം. അവൻ എന്നും സജീവമാണ്, എന്തും നടത്തിപ്പാൻ ശേഷിയുള്ളവനാണ്. നിങ്ങൾ നോക്കൂ, എന്തൊരു നടത്തിപ്പ് രീതിയാണ്. നടത്തിപ്പ് രീതിയുടെ അത്ഭുതം എത്ര വലുതാണ്. ഒരു മനുഷ്യ ശരീരത്തിൽ അവന് അല്ലാഹുവിൽ വിശ്വസിക്കാനുള്ള സന്നദ്ധതയുണ്ടെങ്കിൽ എനി ടൈം അവന് സ്വസ്ഥതയാണ്. അജബൽ ലി അംരിൽ മുഅ്മിൻ. വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്.
ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. എല്ലാം വിശ്വാസിക്ക് നേട്ടമാണ്, എല്ലാം വിശ്വാസിക്ക് നേട്ടമാണ്. ഇന്ന സ്വാബത്തുഹു സർറ, സന്തോഷഘട്ടം വരികയാണ്. ശക്കറ, അവൻ നന്ദി ചെയ്യുന്നു. ഫക്കാന ഖൈറൻ ലഹു, അവനത് പ്രതിഫലമാണ്. ഒരു മുസ്ലിമായ മനുഷ്യൻ സമ്പന്നനാകുമ്പോൾ അവൻ എന്തു പറയും? അള്ളാഹുവിൻ്റെ ഔദാര്യമാണെന്ന് പറയും. അവൻ എന്തൊരു സ്വസ്ഥതയാണ്. അതേസമയം ഒരു മനുഷ്യൻ പറയാണ്, ഇതെല്ലാം എൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്, എനിക്കാരോടും കടപ്പാടില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആലോചിച്ച് നോക്കൂ. ഇന്ന് നിങ്ങൾക്കറിയാവുന്ന, ഈ സദസ്സിലുള്ള എൻ്റെ സഹോദരങ്ങൾക്കറിയാവുന്ന ഏറ്റവും വലിയൊരു സമ്പന്നനെ എടുക്കുക നിങ്ങൾ. ആ സമ്പന്നന്റെ സമ്പത്ത് സംരക്ഷിക്കാൻ അയാൾക്ക് ഒറ്റയ്ക്ക് സാധിക്കുന്നുണ്ടോ? കഴിയുമോ? ഒരറിയപ്പെട്ട സമ്പന്നനാണെങ്കിൽ അയാളുടെ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് ജനവിഭാഗങ്ങളെ അദ്ദേഹം പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പല ആക്ടിവിറ്റീസുകളും ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാകും. അദ്ദേഹത്തിന്റെ ഈ സാമ്പത്തിക വളർച്ചയോ സാമ്പത്തിക നിലനിൽപ്പോ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈ രാജ്യത്തെ പലതരം ഭരണാധികാരികളെ പ്രീതിപ്പെടുത്തണം, ഈ രാജ്യത്തെ പലവിധം ജനങ്ങളെ പ്രീതിപ്പെടുത്തണം, ഈ രാജ്യത്തെ പലരെയും പ്രീതിപ്പെടുത്തണം. എന്നാൽ എൻ്റെ സമ്പത്തിന്റെ ഉറവിടം അല്ലാഹു ആണെന്ന് വിശ്വസിക്കുന്ന മനുഷ്യന് ഒന്നേ സംരക്ഷിക്കേണ്ടതുള്ളൂ: ശരിയും നീതിയും ന്യായവും. ശരിയും നീതിയും ന്യായവും. ശരിയും നീതിയും ന്യായവും സംരക്ഷിച്ചു പോകുന്ന ഒരു മനുഷ്യന് പിന്നെ ആരുടെ മുമ്പിലും അടിയറവ് പറയാതെ അയാളുടെ സാമ്പത്തിക സ്ഥിരത സുസ്ഥിരമാണ്, അയാളുടെ സമ്പത്ത് സുരക്ഷിതമാണ്. ഇനി എവിടെ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൽ വിശ്വാസമുള്ളൊരു മനുഷ്യൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവനൊരിക്കലും തകർന്നു പോകുന്നില്ല. ഇന്ന സ്വാബത്തു ദർറ, ഇനി ഒരു രോഗം വരികയാണ്. ഒരു രോഗം വരുമ്പോൾ വിശ്വാസിയുടെ ശൈലി എന്താ? അവൻ സ്വബറ, ക്ഷമിക്കുകയാണ്. ഫക്കാന ഖൈറൻ ലഹു, അതവന് ബെനിഫിറ്റാണ്, നേട്ടമാണ്. ഞാനൊരു ചരിത്രം പറയാം. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ സദസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ട സ്വഹാബികളിൽ ഒരാളാണ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. തങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ ഈ സമയമാകുമ്പോൾ പോകും. അള്ളാഹു നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ സദസ്സിലില്ല. പലപ്പോഴായിട്ടില്ലാതിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങോട്ട് ചെന്നു. ഇമ്രാൻ റളിയല്ലാഹുവിന്റെ വീട്ടിൽ ചെന്നു സന്ദർശിച്ചു. സന്ദർശിച്ചതിന് ശേഷം ദുആ ചെയ്തു കൊടുത്തു. അല്ലാഹുവേ, ഈ ഇമ്രാനിന്റെ രോഗമൊന്ന് എളുപ്പത്തിൽ ശിഫ നൽകണേ. തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒരിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിലെ സദസ്സുകൾക്കിടയിൽ ഇരിക്കുമ്പോൾ ഇമ്രാൻ റളിയല്ലാഹു അൻഹു വരുന്നു ഒരു സ്പെഷ്യൽ റിക്വസ്റ്റുമായി, ഒരു പ്രത്യേക അപേക്ഷയുമായി. എന്താണ് പുതിയ അപേക്ഷ എന്നറിയോ? നബിയേ, എൻ്റെ രോഗം തിരിച്ചു തരണേ, എൻ്റെ രോഗം തിരിച്ചു വേണം. എന്തുപറ്റി? രോഗിയായിരിക്കുന്ന സമയത്തൊരു വിശ്വാസിയുടെ കാഴ്ചപ്പാട് എന്താണെന്നറിയോ? എൻ്റെ ഈ രോഗാവസ്ഥയിൽ രോഗം മാറാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാം, അത് പോസിറ്റീവാണ്. അതേ സമയത്ത് രോഗമുണ്ടാകുമ്പോൾ വിഷമമോ സങ്കടമോ ഇല്ല. കാരണം ഒരു വിശ്വാസിയുടെ ചിന്ത എന്താ? ഒരു കാലിൽ ഒരു മുള്ളു തെറിക്കുന്നത്, ഇപ്പം ചെരുപ്പ് ചവിട്ടാതെ ആൾ നടക്കാൻ സാധ്യത കുറവാ. അതുകൊണ്ട് മറ്റൊരു ഹദീസ് പറയാം, നമ്മൾ നന്നായി കുളിച്ച് വൃത്തിയായി ചെരുപ്പൊക്കെ ഒന്ന് പിടിച്ച് നല്ല പോളിഷ് ചെയ്ത് ഇറങ്ങുകയാണ്. അപ്പോഴാണ് ഒരു ചളി കാലിലേക്ക് തെറിക്കുന്നത്, അല്ലെങ്കിൽ ചെരുപ്പിന്റെ മുകളിലേക്ക് തെറിക്കുന്നത്. ഇച്ചിരി ബുദ്ധിമുട്ടായി. ആ ബുദ്ധിമുട്ടാകുമ്പോൾ സാരമില്ല, ഇത് കഴുകിയാൽ പോകും, അതുകൊണ്ട് അത് പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയുണ്ടോ, അതിന് വരെ പ്രതിഫലമുണ്ടാകും. എങ്കിൽ പിന്നെ ഒരു രോഗമായിട്ട് ആ രോഗത്തിന്റെ വേദന അനുഭവിക്കുമ്പോൾ എന്തിനു വിഷമിക്കണം? മൈൻഡാണ് പ്രധാനം. ഈ ചിന്തയുണ്ടെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് സമാധാനം തുടങ്ങും. വലിയൊരു അത്ഭുതമാണ് ആ വിഷയം. മനസ്സ് നമ്മുടെ ബോഡിയിൽ പുതിയ അവസ്ഥയെ നിർമ്മിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളൊരു ചെറിയ തലവേദനയാകുമ്പോൾ അല്ലോ ഭയങ്കര തലവേദന, ഇങ്ങനൊരു 4 വട്ടം പറഞ്ഞു നോക്ക് നിങ്ങൾ, തലവേദന സജീവമാകും, വേഗം കിടക്കാം.
അതേ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, തലവേദന എപ്പോൾ വന്നതാ? ഇപ്പം ഇതാ 8 മണിക്ക് വന്നതാ. ഇന്ന് സമയം എത്ര മണിയായി? രാവിലെ നിങ്ങൾ എഴുന്നേറ്റത് 4:45 അല്ലെ 5 മണിക്കാ അല്ലെ 6 മണിക്കാ? ഇത്രയും സമയം വരെ നിങ്ങൾക്ക് ഈ തലവേദന ഉണ്ടായിരുന്നോ? നോ. ഈ തലവേദന ഇല്ലാതെ ഇത്രയും സമയം എനിക്ക് അല്ലാഹു തന്നില്ലേ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇങ്ങനെ ഒന്ന് നിങ്ങൾ പറഞ്ഞു നോക്കൂ. അങ്ങനെ പറഞ്ഞതിന് ശേഷം ജസ്റ്റ് ട്രൈ, അതിനുശേഷം ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കൂ. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശ്രമം, ആ ശ്രമം നടത്തിയാൽ തന്നെ ബോഡി റിക്രിയേറ്റ് ചെയ്യും, വീണ്ടും പുനർനിർമ്മിക്കും. നിങ്ങളുടെ ശരീരത്തിൽ തലവേദന വരുന്നത് എന്തുകൊണ്ടാണ്? പല രീതിയിൽ വരാം തലവേദന. നിങ്ങളെ സ്റ്റൊമക്കിൽ നിന്ന്, ആമാശയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന, ആമാശയത്തിൽ നടക്കുന്ന സർക്കുലേഷൻ, ഈ സർക്കുലേഷന് ശേഷം ചംക്രമണം നടത്തേണ്ട, വിതരണം ചെയ്യേണ്ട വായുസഞ്ചാരം, ഈ വായുസഞ്ചാരത്തിൻ്റെ അളവ് മാറുകയോ, വായുസഞ്ചാരം തന്നെ 5 തരം വായുസഞ്ചാരമുണ്ട് ശരീരത്തിൽ, ഇതിൻ്റെ തോത് മാറുകയോ ഇനം മാറുകയോ ചെയ്താൽ തലവേദന വരാം. 1. 2, നിങ്ങളെ സ്റ്റൊമക്ക് കേടായാൽ, സ്റ്റൊമക്കിലെ ഡൈജഷൻ വർക്കുകൾ കൃത്യമായി നടക്കാതിരുന്നാൽ, അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നിങ്ങളുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട മിസാജുകൾ, ഈ മിസാജുകൾ വ്യത്യസ്തപ്പെട്ടാൽ, രക്തം, അതുപോലെ കഫം, പിത്തം, നീര്, ജലം, ഈ തുടങ്ങിയ ഈ കണ്ടന്റുകൾ വ്യത്യാസപ്പെട്ടാൽ തലവേദന വരാം. ഈ വ്യത്യാസപ്പെടുന്ന എവിടെ നിന്നാണ്? ഫസ്റ്റ്, ബ്രെയിനിന്റെ നടുഭാഗത്ത് കിടക്കുന്ന കടലമണിയുടെ വലുപ്പമുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഹൈപ്പോതലാമസ് തുടങ്ങിയ 3 പ്രധാന കേന്ദ്രങ്ങൾ, ഈ 3 പ്രധാന കേന്ദ്രങ്ങളുടെ റൂട്ട് മാറിയാൽ അത് പിന്നീട് അങ്ങോട്ട് തൈറോയിഡ് ഗ്രന്ഥിയിലേക്ക് നൽകുന്ന ഇൻപുട്ട്, നിർദ്ദേശം, ഈ നിർദ്ദേശം കോലം മാറും. കോലം മാറിയാൽ ശരീരത്തിൽ നിർമ്മിക്കുന്ന ഹോർമോണുകൾ മാറും, എൻസൈമുകൾ മാറും. അത് മാറിയാൽ ശരീരത്തിൽ രോഗാവസ്ഥ വരാം, എസ്പെഷ്യലി തലവേദന വരാം. ഇവിടെ നിങ്ങളുടെ ചിന്തയെ ഡൈവേർട്ട് ചെയ്യുന്നു. അള്ളാഹു സർവശക്തനാണ്, അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു വലിയ പാപങ്ങൾ പൊറുക്കാനും വലിയ കരുണയുടെ വക്താവുമാണെന്ന ആ ബോധ്യത്തിലൂടെ അള്ളാഹുവിനെ സ്മരിക്കുന്നൊരു മനുഷ്യൻ, അവനിൽ പ്രതീക്ഷയോടെ ദിക്റുകളിലേക്കൊന്ന് ശരണം പ്രാപിച്ചു നോക്കൂ, ദിക്റുകളിലേക്കൊന്ന് മടങ്ങി നോക്കൂ. ആ സമയം ബോഡിയിൽ ചേഞ്ച് വരുന്നത് കാണാം, ബോഡിയിൽ ചേഞ്ച് വരുന്നത് കാണാം. ഈ ചേഞ്ച് നമുക്ക് ഉപകാരപ്പെടും. ഇത് പറഞ്ഞത് അജബല്ലി അംറിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ ഇന്ന സ്വാബത്തുഹു ദർറ. പ്രയാസം വന്നുപെടുമ്പോ സ്വബറ. എന്തിനാ ഞാൻ ബേജാറാകുന്നത്? എനിക്കിത്രയും സമയം ആരോഗ്യം നൽകിയ അല്ലാഹു ഇപ്പോഴും അവൻ സജീവമാണ്, അവൻ ഉറങ്ങിപ്പോകില്ല, അവൻ അശ്രദ്ധനായി പോകില്ല. അതുകൊണ്ട് അവൻ സദാ സജീവമാണെന്ന് വിശ്വസിക്കുമ്പോ പിന്നെന്തിനെ പേടി? പിന്നെ ഭയമില്ല, പ്രതീക്ഷയാ. ഈ പ്രതീക്ഷയുള്ള സമയത്ത് അവന്റെ മനസ്സിൽ പിന്നീട് അങ്ങോട്ട് ഇതിന്റെ സൊല്യൂഷൻ വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ സ്വബറ എന്ന് പറഞ്ഞാൽ, ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ വിഷമിച്ചിരിക്കുക എന്നർത്ഥം വെക്കരുത്. പിന്നെ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസമുണ്ടാകുന്ന സമയത്ത് ഈ പ്രയാസത്തിനൊരു പൊതു സ്വഭാവമുണ്ട്, ഒരു പൊതു അർത്ഥമുണ്ട്. ആ പൊതു അർത്ഥം എന്താ? ഒരു മനുഷ്യന്റെ ജീവിതം തുടങ്ങുമ്പോൾ ഉണ്ടാകുന്നൊരു വേദനയാണ് പ്രസവ വേദന. പ്രസവ വേദന ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ പലപ്പോഴായിട്ട് പ്രസവ വേദനയെക്കുറിച്ച് അറിയും, പരിചയവും, കേട്ടുകേൾവിയും ഒക്കെ ഉണ്ടാവുമല്ലോ. പ്രസവ വേദന കിട്ടിയതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. പ്രസവ വേദന കിട്ടേണ്ട സമയമായിട്ട് വേദന കിട്ടാതിരുന്നാൽ ഒരു ബേജാറുണ്ടാകും, അല്ലാതെ സമയമായിട്ട് പ്രസവ വേദന ഉണ്ടായാൽ ബേജാറില്ല. എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ഈ വേദന എന്നതൊരു നേട്ടത്തിൻ്റെ ഒരു പിന്നാമ്പുറമാണ്. ഇതാണ് ജീവിതത്തിൻ്റെ ഒരു പൊതു സ്വഭാവം. അതുകൊണ്ട് തന്നെ ഒരു വേദനയെക്കുറിച്ച് മനസ്സിലാകുമ്പോൾ വിഷമിക്കുന്നതിന് പകരം പ്രവർത്തനക്ഷമതയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരവസ്ഥയാണ് സ്വബർ എന്ന് പറയുന്നത്, ക്ഷമ എന്ന് പറയുന്നത്. ആ ക്ഷമയിലേക്ക് മടങ്ങുമ്പോൾ പ്രതീക്ഷ പുനർനിർമ്മിക്കപ്പെടുകയാണ്. അവിടെയാണ് ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. ബേജാറാകണ്ട, അല്ലാഹു ഒരിക്കലും ഉറങ്ങിപ്പോകുകയില്ല, അല്ലാഹു അശ്രദ്ധയായി പോവുകയില്ല.
ലാ തഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശങ്ങളിലുള്ള സർവ്വതും അല്ലാഹുവിൻ്റെതാണ്, എൻ്റെ റബ്ബിൻ്റെതാണ്. വമാ ഫിൽ അർദ്, ഭൂമിയിലുള്ള സർവ്വതും എൻ്റെ റബ്ബിൻ്റെതാണ്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. മൻ ദല്ലദീ ഇൻദഹു മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. നിങ്ങൾ എന്തിന് ഭയപ്പെടണം? അള്ളാഹുവിൻ്റെ വക്താവാകാതെ ഒരാൾക്കും അള്ളാഹുവിൻ്റെ അടുത്തേക്ക് കയറി ചെന്ന് എനിക്കിന്നത് തരണമെന്ന് പറഞ്ഞ് ആരെയും ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ ആർക്കെങ്കിലും എല്ലതും നേടാൻ കഴിയണോ? അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാകണം, നന്മയുടെ വക്താക്കളാകണം. അമ്പിയാക്കളവരാൻ, ഔലിയാക്കളവരാൻ, നന്മയുടെ വക്താക്കൾ. സ്വന്തം ജീവിതത്തെക്കാൾ മറ്റുള്ളവർക്ക് പ്രിഫറൻസ് നൽകിയവർ. നിങ്ങൾ നോക്കൂ, ഈ മഹാനവരുടെ ചരിത്രം പഠിച്ചാൽ നമുക്കറിയാം. വലിയ ദൂരദിക്കുകളിൽ നിന്ന് സഞ്ചരിച്ച് ഓരോ നാട്ടിലും ചെന്ന് ആ നാടുകളിൽ ഈ വെള്ളി വെളിച്ചം പകർന്നുകൊടുത്ത് പലതരം തിക്കിലും തിരക്കിലും പെട്ട് ജീവിക്കുന്നതിനിടയിൽ സ്വത്വം സംരക്ഷിക്കാൻ മറന്നുപോകുന്ന മനുഷ്യരുടെ മുമ്പിൽ അള്ളാഹുവിനെ ഉണർത്താനും ശരി ഉണർത്താനും സാഹോദര്യം ഉണർത്താനും ജീവിതം സ്വയം ഡെഡിക്കേറ്റഡായ, സ്വയം സമർപ്പിച്ചവരായ മഹാന്മാർ. സ്വന്തത്തെക്കാൾ മറ്റുള്ളവർക്ക്, എല്ലാ ജനങ്ങളുടെയും ഉന്നമനത്തിന് അതിനുവേണ്ടി അവരുടെ ജീവിതം സമർപ്പിക്കുന്നവർ, അതിലൂടെ അള്ളാഹുവിലേക്ക് വെളിച്ചം വീശാൻ സദാ സന്നദ്ധത കാണിച്ച മഹാന്മാർ. അവർക്ക് ആ മഹാന്മാരല്ലാതെ ഒരാളും അധികാരം കൊണ്ടോ സാമ്പത്തിക ശേഷി കൊണ്ടോ മറ്റു വളഞ്ഞ വഴിയിലോ എനിക്കത് വേണം ഇത് വേണമെന്ന് പറയാനൊന്നും ആർക്കും പറ്റില്ല. ശരികൾക്കേ പ്രസക്തിയുള്ളൂ, ന്യായങ്ങൾക്കേ പ്രസക്തിയുള്ളൂ, നീതിക്കേ പ്രസക്തിയുള്ളൂ. എപ്പോഴും മൊറാലിറ്റിക്ക് മാത്രമേ, ധാർമ്മികതക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ എന്ന് പഠിപ്പിച്ചൊരാദർശം. ആ ആദർശം ഉൾക്കൊള്ളുന്ന സമയത്ത് എന്തൊരു സുഖമാണത്. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും സർവവും എൻ്റെ റബ്ബ് അറിയും. എല്ലാം അറിയുന്നവനാണ് എൻ്റെ റബ്ബ്. എന്തിന് ഭയപ്പെടണം? എന്തും അറിയുന്നവനാണ് എൻ്റെ റബ്ബ്. എല്ലാവർക്കും ആശങ്ക എന്താ? മലയോരത്തിന് താഴെ താമസിക്കുന്നവൻ ഇതാ വല്ല മലവെള്ളപ്പാച്ചിലും വരുമോ എന്ന് ആശങ്കപ്പെടുന്നവൻ. ആവശ്യമാണെങ്കിൽ സുരക്ഷ ചെയ്തോളൂ, സുരക്ഷയ്ക്ക് ആവശ്യമായ ആക്ടിവിറ്റീസുകൾ ചെയ്തോളൂ. പക്ഷേ അപ്പോഴും പ്രതീക്ഷ ആരിലായിരിക്കണം? അള്ളാഹുവിലായിരിക്കണം. അപ്പൊ സ്വസ്ഥതയുണ്ട്. അതല്ല ഭരണാധികാരിയിലാണെങ്കിൽ, അയാൾ വല്ല ഹെലികോപ്റ്ററിലാണെങ്കിൽ കുടുങ്ങി. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരിലാണ് നിങ്ങളുടെ ഫോക്കസിങ്, നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രം ആരിലാണ്? ഈ ചിന്താഗതിയുള്ള മനുഷ്യന് നല്ല സ്വസ്ഥതയോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ആദർശമാണ് ഇസ്ലാം. ആയത്തുൽ കുർസീനെ തൊട്ടു ചേർന്ന ആയത്തെന്താ? ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഗയ്. ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഗയ് വമൻ യക്ഫുർ ബിത്വാഗൂതി വയുഅ്മിൻ ബില്ലാഹി ഫഖദ് ഇസ്തംസകൽ ഉർവതൽ വുസ്ഖാ ലം ഫിസാമ ലഹാ. എന്തൊരു പദപ്രയോഗമാണത്! എത്ര മഹത്വമായ ഒരു ആദർശമാണത്! ലാ ഇക്റാഹ ഫിദ്ദീൻ. ദീനാരെയും നിർബന്ധിച്ചൊന്നും നടത്തണ്ട. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വസ്ത്രത്തിന്റെ പേരിൽ ആരെയും ഭീഷണിപ്പെടുത്തി ഒന്നും ധരിപ്പിക്കണ്ട. അത് അവരുടെ ആവശ്യമാണ്. മദ്യപാനം അതല്ല ആളുടെ ആവശ്യം, ഭക്ഷണമാണ് ആവശ്യം. അവരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന പാനീയങ്ങളാണ് ആവശ്യം. അതിനാരെയും ഭീഷണിപ്പെടുത്തണ്ട. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഗയ്. ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഗയ്. ഏതാണ് ശരി, ഏതാണ് തെറ്റ്? ഇത് വ്യക്തമാണ്, ഇത് വ്യക്തമാണ്. ബക്കറ്റുകൾ വരുമ്പോൾ എല്ലാവരും സഹകരിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ബക്കറ്റ് വരുന്നതിൻ്റെ ആവശ്യകതയും നമ്മുടെ സദസ്സിൻ്റെ മൂല്യവും എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് എല്ലാവരും നല്ല മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന, അവരവരുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന നല്ല സംഭാവനകൾ നൽകി സ്വയം സന്തോഷിക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. കാരണം ചെലവഴിക്കുന്നത് അത് നമ്മുടേതാണ്, ബാക്കി വെക്കുന്നത് നമ്മുടേതാകണം എന്നില്ല. അപ്പം ഏതായാലും
അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അത്തരം നല്ല ചിന്തകൾ ജീവിതത്തിൽ പ്രയോഗിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് ഖത്തബയ്യന റുസ്തു മിനൽ ഗയ്. പുതിയ കാലത്ത് നമ്മുടെ സഹോദരിമാരെ, നമ്മുടെ കൂട്ടുകാരെ പലരും ചതിക്കുന്നു. സൊസൈറ്റിയുടെ ഈ പാറ്റേൺ, ഈ ഘടന, അത് പലരെയും നിർബന്ധിക്കുന്നു. നമ്മുടെ കൂട്ടുകാരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. നല്ല വൃത്തിയിൽ മുടിവെട്ടാൻ സമ്മതിക്കാത്തൊരു ആദർശം അവരാരോ പിന്നിൽ നിന്ന് പിടികൂടുന്നു. നല്ല വൃത്തിയിൽ മുടിവെട്ടി നല്ലൊരു വക്താവാകാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇസ്ലാം അങ്ങനെയാ പ്രൊമോട്ട് ചെയ്യുന്നത്, എക്സിക്യൂട്ടീവിസം. നിങ്ങൾ ലോകത്തെ വലിയ രാജ്യങ്ങളുടെയൊക്കെ അറിയപ്പെട്ട പ്രസിഡന്റുമാരെ അല്ലെങ്കിൽ പ്രധാന ഭരണാധികാരികളെ പോട്ടെ, നമ്മുടെ രാജ്യത്തെ ഈ വാർഡ് മെമ്പർമാരെ ഉൾപ്പെടെയുള്ള ഭരണാധികാരികളെ, അത്തരം കക്ഷികളെ, ഒരു എക്സിക്യൂട്ടീവുകളെ പഠിച്ചു നോക്കൂ നിങ്ങൾ. എല്ലാവരുടെയും ഹെയർ കട്ടിങ് ഒരു നീറ്റ് ഉണ്ടാവും, പൊതുവിലൊരു നീറ്റ് ഉണ്ട്. അവിടെ പരണ്ടി ഇവിടെ പരണ്ടി ഈ ജന്മത്തിൽ കുളിക്കാത്തതുപോലെ തോന്നുന്ന തരം ഫാഷനുകൾ കാണില്ല. അതൊരു നീറ്റാണ്, ഒരു എക്സിക്യൂട്ടീവിസമാണ്. ഞാൻ ആരെയും ചീത്ത വിളിക്കണം തോന്നല്ലേ, ഞാനൊരു വിഷയം മാത്രം അവതരിപ്പിക്കണം. ആരുടെയെങ്കിലും മുടിയിൽ ഫാഷൻ ഉണ്ടെങ്കിൽ ദയവായി ആരെയും ഇൻസൾട്ട് ചെയ്യരുത്, അതെൻ്റെ ആശയമല്ല. ഞാനൊരു ആശയം, ശരിയായ ഒരു ആശയം പറയുന്നു. അത് ഓരോരുത്തരും സ്വയം ഇഷ്ടപ്പെട്ട് അംഗീകരിക്കേണ്ടതാണ്. ലാ ഇക്റാഹ, നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ടതല്ല. അപ്പം ഞാൻ പറയുന്നത് അതൊരു എക്സിക്യൂട്ടീവിസമാണ്. അതിനാണ് സുന്നത്ത് എന്ന് പറയാം. ഇത് അവരുടെ അവകാശമാണ്. ഒരു മുസ്ലിമായി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ അവകാശമാണത്. പക്ഷേ ആരോ അവന്റെ തലയിൽ കയറി ബ്രെയിൻ വാഷ് ചെയ്തു. ഈ ഡീസന്റ് സ്റ്റൈൽ, ഈ നിലവാരമുള്ള ശൈലി, ആ ശൈലിക്കെതിരെ ആരോ പാരവെച്ചു. അവന്റെ അധികാരത്തിന് നേരെ ആരോ ദുർവിനിയോഗം നടത്തി. ഈ ദുർവിനിയോഗം നടത്തിയിട്ട് സാധാരണ ഒരു എക്സിക്യൂട്ടീവ് സ്റ്റൈൽ ഹെയർ കട്ടിങ്ങിന് ചെലവാകുന്നതിനേക്കാൾ കൂടുതൽ ക്യാഷ് ചെലവഴിപ്പിച്ചു. എന്നിട്ട് ഈ ഹെയർ കട്ടിങ് സംരക്ഷിക്കാൻ അവൻ എന്താ ചെയ്യുന്നത്? ചീകി വെക്കുകയല്ല. മനുഷ്യ സഹജമായി തലമുറകളോളം സർവ്വവ്യാപകമായ ഒരു അറിവാണ് മുടി സംരക്ഷിക്കാൻ എന്താ ചെയ്യുക? ചീകി വെക്കുക. ചീർപ്പതിനുള്ളതാണ്. അതേസമയത്ത് ഇന്ന് സംരക്ഷിക്കാൻ എന്താ ചെയ്യുക? അത് ചിതറിയിടുക. ചിലപ്പോഴൊക്കെ കണ്ടാൽ കരുതും രാവിലെ കുളിച്ചോനെയാണെങ്കിലും 10 മണിക്ക് കണ്ടാൽ ഇവൻ ഈ അടുത്ത കാലത്തൊന്നും കുളിച്ചിട്ടില്ലെന്ന് തോന്നും. ഇങ്ങനെ വികൃതമാവുക. ഇങ്ങനെ ഈ സഹോദരന്മാരെ ആരാണ് ഈ സ്വാതന്ത്ര്യത്തിന് നേരെ കൈവച്ചവരാരാ? തിരിച്ചറിയണം. അള്ളാഹു പറഞ്ഞു ലാ ഇക്റാഹ ഫിദ്ദീൻ, നിർബന്ധിക്കണ്ട. ഖത്തബയ്യന റുശ്ദു മിനൽ ഗയ്. എക്സിക്യൂട്ടീവിസം, സുന്നത്ത്, അതെന്താണെന്ന് എല്ലാവർക്കും അറിയാം. അത് മറ്റുള്ള ഗയ്യ് അല്ലാത്തത് എല്ലാവർക്കും അറിയാം. ഏതാണ് നീറ്റ്നെസ്, ഏതാണ് വൃത്തികേട് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട ബുദ്ധിയുള്ളവരെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ പൂർണ്ണമായി മുസ്ലിം ആകൂ. വെള്ളിയാഴ്ച ജുമഅക്ക് മാത്രം മുസ്ലിം, അതർ ടൈംസ്, മറ്റുള്ള സമയങ്ങളിലെല്ലാം മറ്റുള്ളത്. പ്ലീസ് അങ്ങനെ ആകല്ലേ. നിങ്ങളുടെ അധികാരവും നിങ്ങളുടെ അവകാശവുമാണ് എല്ലാ സമയവും മുസ്ലിം ആവുക. അതുകൊണ്ട് ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫത്തൻ, പൂർണ്ണമായിട്ട് മുസ്ലിം ആക്കോളൂ കൂട്ടുകാരെ. ജീവിതത്തിൽ ഒരു മുസ്ലിം ആകുമ്പോൾ എനി ടൈം വ്യാപകമായി ഒരേ വേവ്സിൽ പോകലൊരു ശരിയല്ല. ദിവസങ്ങൾക്ക് വേരിയേഷൻ വേണം. എല്ലാ ദിവസവും സെയിം ആകാൻ പാടില്ല. ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ആഘോഷിക്കണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ആഘോഷം വേണം. ആഘോഷിക്കണം, നിരന്തരം ആഘോഷം വേണം. ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്റ്റൈൽ, ലൈഫ് സ്റ്റൈലാണ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അൽ ജുമുഅത്തു ഈദുൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് അത് ആഘോഷമാണ്. വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാ? വ്യാഴാഴ്ച അസ്തമിക്കുമ്പോൾ വെള്ളിയാഴ്ച ദിവസം തുടങ്ങുകയാണ്. വെള്ളിയാഴ്ച രാവ് എന്ന് നമ്മളൊക്കെ പറയാം. വെള്ളിയാഴ്ചയുടെ ബിഗിനിങ്, തുടക്കം വ്യാഴാഴ്ച അസ്തമിക്കുമ്പോൾ വെള്ളിയാഴ്ചയുടെ തുടക്കമാണ്. ആഘോഷിക്കണം. ആഘോഷം പക്ഷേ എങ്ങനെയാകണം? ആഘോഷം അത് റീകോൾ ചെയ്യുമ്പോൾ, വീണ്ടും ഓർക്കുമ്പോഴും ഒരു സുഖം കിട്ടണം. ഞങ്ങൾക്ക് മടുത്തോ? ഇല്ലല്ലോ. മടുക്കുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി, അപ്പം നിർത്തും. ആഘോഷം ഒരു സുഖമുള്ളതാകണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് ഏതാ ദിവസം? ശനിയാഴ്ച. ഇന്നലെ വെള്ളിയാഴ്ച, മെനിയാന്ന് വ്യാഴാഴ്ച, അതിൻ്റെ തലേദിവസം ബുധനാഴ്ച. ബുധനാഴ്ച നിങ്ങൾ നാസക്ക് എന്താ കഴിച്ചത്? ഓർമ്മയില്ല. കണ്ടോ? ഇല്ലല്ലേ?
ഭൂരിപക്ഷം പേർക്ക് ഓർമ്മയില്ല. അതേ സമയത്ത് ഞാൻ ചോദിക്കുകയാണ്, കഴിഞ്ഞ വലിയ വരുന്ന ആൾക്ക് നമ്മൾ ഇന്നാലെന്ന വീട്ടിൽ പോയപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്താ കഴിച്ചത് ഓർമ്മയില്ലേ? കണ്ടോ, ഏകദേശം ആൾക്ക് ഓർമ്മയുണ്ട്. ഇതാണ് സെലിബ്രേഷൻ്റെ ഒരു പ്രത്യേകത. ആഘോഷ ദിവസങ്ങൾ അകലെ എപ്പോഴോ കഴിഞ്ഞതുപോലും ഓർമ്മയിൽ കിടക്കും. മെമ്മറൈസേഷൻ അത് സ്ട്രോങ് ലോങ് ടേം മെമ്മറി പൊസിഷനിലാണ് ആ ഡാറ്റകൾ സേവ് ചെയ്യുന്നത്. ഓർമ്മ ഉണ്ട്, എപ്പോഴും ഓർമ്മ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആഘോഷത്തിന് വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റികൾ, പ്രവണതകൾ എന്ത് ചെയ്യണം? അത് ഗുഡ്, നല്ലതായിരിക്കണം. ആഭാസങ്ങൾ കൊണ്ട് ആഘോഷിച്ചാൽ നാറും, വഷളാകും. സ്വന്തം കോൺഫിഡൻസ് ലെവൽ ലോ 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 ഡൗൺ 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 ചെറുതായി പോകും. നിങ്ങൾ കൊള്ളരുതാത്തവരാകും. ചിരിക്കാനുള്ള ശേഷി കുറയും. ഒരാളെ ഫേസ് ചെയ്യാനുള്ള ശേഷി കുറയാൻ ചാൻസ് ഉണ്ട്. ആഘോഷത്തിന് വേണ്ടി മദ്യപിച്ചാൽ, ആഘോഷത്തിന് വേണ്ടി സിനിമാറ്റിക് ഡാൻസ് കളിച്ചാൽ, ആഘോഷത്തിന് വേണ്ടി JCBയുടെ തുമ്പിക്കൈയിലേറി യാത്ര ചെയ്യേണ്ടി വന്നാൽ, ആഘോഷങ്ങൾക്ക് വേണ്ടി കുട്ടിച്ചാത്തന്റെ വേഷം കെട്ടേണ്ടി വന്നാൽ, ആഘോഷങ്ങൾക്ക് വേണ്ടി ആഭാസങ്ങളായാൽ വഷളാവും. അത് പിന്നെ ഓർക്കുമ്പോഴൊക്കെ വീണ്ടും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഡൗൺ 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 താഴോട്ട് പോകും. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുടെ മുമ്പിൽ, നിങ്ങളുടെ ഭർത്താവിൻ്റെ മുമ്പിൽ, നിങ്ങളുടെ ഉയർന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിയുടെ മുമ്പിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ലോ ആയി കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊരു സൈക്കോളജിക്കൽ വ്യവസ്ഥിതിയാണ്, ഇതൊരു ശരിയാണ്. അതുകൊണ്ട് തന്നെ ആഘോഷം എങ്ങനെയായിരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. ആഘോഷം എങ്ങനെയായിരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. നിങ്ങൾ നോക്കൂ, വെള്ളിയാഴ്ച നമ്മൾ ആഘോഷിക്കുകയാണ്. വെള്ളിയാഴ്ച ആഘോഷിക്കുമ്പോൾ വെള്ളിയാഴ്ച രാവായാൽ പള്ളിയിലെ സ്വലാത്തിന് പങ്കെടുത്തു, ഹദ്ദാദിന് പങ്കെടുത്തു. ഒരു 200-300 സ്വലാത്ത് ചൊല്ലി, നല്ലൊരു മധുരം എന്തെങ്കിലുമൊക്കെ എല്ലാവരും കൊണ്ടുവന്ന് എല്ലാവരും വിതരണം ചെയ്തു, എല്ലാവരും കഴിച്ചു. റാഹത്ത്, എവിടെയും കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, ഒന്നിച്ചിരുന്നൊരു സുഹൃതം ചെയ്ത് ഒന്നും നമ്മളെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക്, ഗുരുനാഥന്മാർക്ക്, നാട്ടിലെ കഴിഞ്ഞുപോയവർക്കെല്ലാം വേണ്ടി ഒരു ഫാത്തിഹോദി പ്രാർത്ഥിക്കുമ്പോൾ ഒരു സുഖം, മാനസികമായ ഒരു സുഖം, അത് പുണ്യമാണെന്നൊരു വിശ്വാസം, ഒരു സുഖമാണത്. വീടുകളിൽ വല്യമ്മമാരും ഉമ്മമാരും കുട്ടികളും എല്ലാം ചേർന്നിരുന്ന് കുറച്ച് സ്വലാത്ത് ചൊല്ലി പൂർവീകർക്ക് വേണ്ടി ഒരു യാസീൻ സൂറത്തോതി. പരിശുദ്ധ ഖുർആനിൻ്റെ ഹാർട്ടാണ് ഈ സൂറത്തു യാസീൻ. അടിപൊളി സൂറത്താണത്. ആ സൂറത്തൊക്കെ ഒന്ന് ഓതി ആസ്വദിച്ച് കുറച്ച് നല്ല പലഹാരങ്ങളൊക്കെ കഴിച്ച് കൂടിയിരുന്ന് 2 വാക്കുകളൊക്കെ പറഞ്ഞു ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ചു ദുആ ചെയ്തു, അന്ന് പിരിയുന്നു. എന്തൊരു സുഖമാണത്, എന്തൊരു എൻ്റർടൈമിംഗ് ആണത്. ഒരു സൂറത്തുൽ കഹ്ഫ് രാത്രി പാരായണം ചെയ്തു, പിറ്റേ ദിവസം ഒരു 2 സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തു. ഓ, എന്തൊരു സുഖമാണത്. ഒരാഴ്ചത്തേക്ക് ആ മുഖത്ത് ആ വെളിച്ചം കെട്ടിക്കിടക്കും. ആ മൈൻഡിൽ ആ എക്സ്പെക്ടേഷൻസ്, പ്രതീക്ഷകൾ, ആ പ്രതീക്ഷകൾ ഇങ്ങനെ വളരും. അവരെങ്ങോട്ട് പോകുമ്പോഴും മനസ്സിൻ്റെ ഉള്ളിലൊരു കോൺഫിഡൻസ്, അത് ഇന്നർ തോട്ട്സ് ലെവലിൽ, അവൻ്റെ ഉൾചിന്തകൾ ലെവലിൽ ഇങ്ങനെ വളരും. ഓ, അതൊരു സുഖമാണത്. ആസ്വദിക്കേണ്ടത്, ആഘോഷിക്കേണ്ടത് ഇങ്ങനെയാണ്. പകരം ഇന്ന് പലപ്പോഴും നമ്മൾ ആഘോഷിക്കുന്ന ആഘോഷങ്ങളിൽപ്പെട്ടതാണ് വിവാഹം. ഇസ്ലാം പഠിപ്പിച്ച വിവാഹം പലരും അറിയാതെ പോയോ എന്ന് ഞാൻ ആലോചിച്ചു പോകുന്നു. ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത് വെരി സിമ്പിൾ. ഈ സിമ്പിൾ ഇസ്ലാം മനസ്സിലാകാത്തതിൻ്റെ പേരിൽ കഷ്ടപ്പെടുന്ന മണ്ടത്തരത്തിൻ്റെ കോമരങ്ങളായി പുതിയ കാലത്തെ പലരും മാറിപ്പോകുന്നു. ആക്ഷേപിച്ചതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ ചെറിയൊരു സംഭവം പറയാം. ഒരു ദിവസം പാവപ്പെട്ട ഒരു കുടുംബം CA പഠിക്കുന്ന ഒരു മകളെ കൂടെ കൂട്ടിയിട്ട് അവർ വന്നു. അവരൊന്നിച്ചിരുന്നു. നല്ല കുടുംബം, നല്ല ബന്ധമൊക്കെ ഉള്ള നല്ല കുടുംബം. അപ്പോൾ അവർ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, മകൾ നല്ല മോളാണ്, നല്ല അച്ചടക്കമുള്ള മോളാണ്. പക്ഷേ 22 വയസ്സായിട്ട് ഞങ്ങളെല്ലാവരും ബന്ധുക്കളൊക്കെ പറഞ്ഞു, ബന്ധങ്ങൾ പലരും വരുന്നുണ്ട്. ആ ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ മോൾ സമ്മതിക്കുന്നില്ല. അപ്പം ഞങ്ങൾക്കൊരാശങ്ക, മകൾ ഒരു ഏതെങ്കിലും പ്രണയബന്ധം മനസ്സിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് ഇപ്പോൾ വിവാഹം വേണ്ടെന്ന് ചിന്തിക്കുന്നതാണോ, എന്താണെന്ന് മനസ്സിലാകാത്തതിൻ്റെ ഒരു അസ്വസ്ഥത.
അപ്പോൾ മകളോട് നിങ്ങളൊന്ന് സംസാരിക്കുമോ? ഞാൻ മകളോട് ചോദിച്ചു എന്താണ്. അപ്പോൾ മകൾ പറഞ്ഞു എനിക്കങ്ങനെ പ്രണയമൊന്നുമില്ല. ശരിയാണ്. ഞാൻ മകളോട് ചോദിച്ചു എന്താണ് പ്ലാൻ, ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? മകൾ പറഞ്ഞു ഇനി ഒരു 2 വർഷവും കൂടെ എനിക്ക് ബാക്കിയുണ്ട്. ഞാൻ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 2 വർഷവും കൂടെ കഴിഞ്ഞാൽ എൻ്റെ പഠനം കഴിയും. ഒരു 2 വർഷം ജോലി ചെയ്താൽ എൻ്റെ പഠനത്തിൻ്റെ ചെലവും എൻ്റെ വിവാഹത്തിൻ്റെ ചെലവും എൻ്റെ വരുന്ന ഒരു സഹോദരൻ്റെ പഠന ചെലവും കൂടി എനിക്ക് കണ്ടെത്താൻ കഴിയും. അന്ന് വിവാഹം ചെയ്യാം. വയസ്സെത്രയാകും? 22 + 2 24 + 2 26 വയസ്സാകും. 26 വയസ്സ് കഴിഞ്ഞിട്ട് മതി വിവാഹം എന്നാണ് ചിന്ത. ഓക്കെ, ഞാൻ ചോദിച്ചു 2 കാര്യം. ഒന്ന്, നിനക്ക് ഈ പ്രായത്തിൽ സ്വാഭാവികമായും ജൈവികമായി ബയോളജിക്കലി നിന്റെ ബോഡി റെഡിയാണെങ്കിൽ എതിർലിംഗത്തോട് താല്പര്യം തോന്നേണ്ട അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഏജാണ്. ബോഡിയിലെ നിർമ്മാണ പ്രക്രിയകൾ നടക്കുന്ന ഒരു സമയമാണ് ഈ ഏജ്. ഈ ഏജിൽ ഒരു വിവാഹവും അതുപോലെ ഒരു എതിർലിംഗത്തോടുള്ള താല്പര്യവും വിഷയമൊന്നും ഉണ്ടാകാറില്ലയോ? ഇല്ലെങ്കിൽ അതൊരു ഡിസീസ് കൂടിയാണല്ലോ. മോള് പറഞ്ഞു താല്പര്യമൊക്കെ ഉണ്ട്, ബട്ട് ഞാനത് ഇപ്പോൾ കീപ്പ് ചെയ്ത് അത് ബ്ലോക്ക് ചെയ്ത് പിടിക്കുകയാണ്. നിനക്കത് വിജയിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ 2ാമത്തെ മാറ്റർ ചോദിച്ചു. അതിൻ്റെ 2 ദിവസം മുമ്പ് എനിക്ക് മറ്റൊരു കേസ് വന്നിരുന്നു. നല്ലൊരു ഫാമിലി. ആ ഫാമിലിയിൽ CA പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ ഒരു പ്രണയബന്ധം അതിശക്തമായതിൻ്റെ പേരിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തു. ആ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയാണ് അവർ വന്നത്. ഈ പാരൻസിനോട് ഞാൻ ചോദിച്ചു, 24 വയസ്സായി ഈ മോൾക്ക്, അല്ലെങ്കിൽ 26, ഈ വയസ്സായ ഈ മകളെ, ഇത്രയും വയസ്സായ മകളെ ഒരു പബ്ലിക് സ്പേസിലേക്ക് വിടുമ്പോൾ ആ പബ്ലിക്കിൽ നിന്ന് ആരോടും ഇഷ്ടം തോന്നരുതെന്ന് പറഞ്ഞത് ഏത് ബുദ്ധിയാ? നിങ്ങളുടെ പ്രായം ചെറുതിൽ നിന്ന് വലുതായതാണോ അല്ലെങ്കിൽ വെയിൽ കൊണ്ടിട്ട് പ്രായമായതാണോ? ഏതാണ്? നിങ്ങൾക്ക് ഈ വ്യവസ്ഥിതി അറിയില്ലേ? എന്തു പറ്റി? ആ സമയത്ത് അവർ പറഞ്ഞു, ഉസ്താദേ, ഞങ്ങൾ മകളും തമ്മിലുള്ള ധാരണയാ. പഠിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും അവൾക്കും ഞങ്ങളെ ഫാമിലിക്കൊക്കെ ചേർന്ന അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞാൽ ചിലർ കരുതുന്നത് തമ്മിൽ ഇഷ്ടപ്പെടാത്ത ബന്ധം എന്നർത്ഥം വെക്കുന്നവരുണ്ട്. അങ്ങനെയാണോ? അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ കണ്ട് ഇഷ്ടപ്പെടുക പ്ലസ് ഫാമിലി തമ്മിൽ മാച്ച് ആവുക, അങ്ങനെയല്ലേ? അതാണ് അറേഞ്ച്ഡ് മാരേജ്. അല്ലാതെ തമ്മിൽ ഇഷ്ടപ്പെടാത്ത ബന്ധമാണോ? അല്ല. അപ്പോൾ തമ്മിൽ ഇഷ്ടപ്പെട്ട നല്ലൊരു ബന്ധം അത് കണ്ടെത്തി ജീവിക്കുമെന്ന് അവർ തീരുമാനിച്ചാണ്, പരസ്പരം ധാരണയായതാണ്. പിന്നെന്തു പറ്റി? വാട്ട് ഹാപ്പൻ? എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ ഈ മോള് പറഞ്ഞു, അത് പറ്റിപ്പോയി. ഞാൻ ആദ്യം വന്ന ഈ കൂട്ടുകാരി, ഈ പറയപ്പെട്ട 2ാം കൂട്ടുകാരിയോട് ഞാൻ ചോദിച്ചു, മോളെ നിനക്കെന്ത് പറയാനുണ്ട്? ഇതെൻ്റെ മുമ്പിലുള്ള അനുഭവങ്ങളിലെ ഒന്ന്. അപ്പം മകളൊന്ന് പതറി. അടുത്ത എൻ്റെ ചോദ്യം, മകൾക്ക് വിവാഹം ആവശ്യമുണ്ട്, പക്ഷേ ബ്ലോക്ക് ചെയ്ത് പിടിക്കുകയാണ്. എന്തുകൊണ്ട്? വിവാഹത്തിന് വലിയ ചിലവുണ്ട്. ആ ചിലവ് ഇപ്പോൾ എൻ്റെ പിതാവ് ഒരു രോഗിയാണ്. സമ്പത്തൊന്നും സമ്പാദിക്കാൻ ശേഷിയില്ലാത്ത ആളാണ്. ഇപ്പോൾ ഞാൻ വിവാഹത്തിന് തുനിഞ്ഞാൽ എൻ്റെ ബന്ധുക്കൾ എന്ന് പറയുന്നത് വലിയൊരു ജനസംഖ്യ വരും. അവരെയെല്ലാം വിളിച്ചൊരു വിവാഹ ചടങ്ങ് നടത്തുമ്പോൾ അതൊരു ഭാരമാണ്. എൻ്റെ ബാപ്പക്കൊരു ഭാരമാകണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഇസ്ലാമിൽ വിവാഹത്തിന് ഇങ്ങനൊരു പൊല്ലാപ്പുണ്ടോ? ഇസ്ലാമിലെ വിവാഹം എങ്ങനെയാണ്? ഇവര് 2 ഫാമിലി തമ്മിൽ മാച്ചാകുമോ? എങ്കിലൊരു വെള്ളിയാഴ്ച രാവിലെ പള്ളിയിൽ ഈ പിതാവും പുതിയാപ്പിളയും 2 സാക്ഷിയും ആവശ്യമുള്ള വളരെ ചുരുക്കം ചിലരും അവരൊന്നൊന്നിച്ചിരുന്ന് ഈ അങ്കഹത്തുക ബിന്ദി പറഞ്ഞേൽപ്പിച്ചു കൊടുത്താൽ അവർക്ക് ജീവിക്കാം. നാളെ മുതൽ അല്ല, അന്നത്തെ അടുത്ത മണിക്കൂർ വല്ല അതിൽക്കൊന്നിച്ച് ജീവിക്കാം. എന്തിന് ചെലവ്? ഇതറിഞ്ഞുകൂടാത്തതിൻ്റെ പേരിൽ വിവാഹമെന്ന് പറഞ്ഞാൽ പല പെൺകുട്ടികളും കരുതുന്നത് സ്റ്റേജിൽ കയറി കറക്കലാണ് വിവാഹമെന്ന് കരുതുന്ന, ഞാൻ പറയേണ്ടത് മണ്ടശിരോമണികൾ എന്നാണ്. തൽക്കാലം സദസ്സിൻ്റെ ബഹുമാനം മാനിച്ച് ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല. എന്തു പറ്റിപ്പോയി? ആരാണ് ഇവരെ പറ്റിച്ചത്?
എവിടെയാണ്, ഏത് ചളിക്കുണ്ടിലാണ് ഇവർ വഴുതി വീണത്? ഏഴഴുക്കുചാലിലായി ഇവർ കിടന്നുറങ്ങുന്നത്? ഉണരണ്ടേ? ഇസ്ലാം എത്ര സിമ്പിളാണ്, എത്ര പ്രാക്ടിക്കലാണ്. പകരം ഈ സഹോദരൻ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലെയൊക്കെ പൊതുവിവാഹങ്ങൾ എങ്ങനെയാണ്? ഈ ചെറുപ്പക്കാരൻ കഷ്ടപ്പെട്ട് ചോര നീരാക്കി അധ്വാനിച്ച 2, 3, 4 വർഷത്തെ അധ്വാനം പ്ലസ് ഇനി വരാൻ പോകുന്ന വർഷങ്ങളിലെ അധ്വാനം, ഇതെല്ലാം കൂടി പൊടിക്കുകയാണ്. എങ്ങനെ? 4 BMW, 5 ബെൻസ്, 3 ഓടി, ഇതെല്ലാം കൂടി കൊണ്ടുവരുമ്പോൾ കണ്ട നാട്ടിലെല്ലാവർക്കും അറിയാം ഇത് റെന്റിനെടുത്തതാണ്. എന്നാലും റെന്റിനെടുക്കും. ഇവനെ ഞാൻ എന്ത് വിളിക്കണം? തൽക്കാലം ഞാൻ ക്ഷമിക്കുന്നു. ഈ സാധുവിന്റെ സർവസ്വസ്ഥതയും അസ്തമിച്ച വലിയൊരു ദുരന്ത ഭൂമികയാണ് വിവാഹം. വേണോ? വിവാഹം എന്ന് പറഞ്ഞാൽ എത്ര സിമ്പിളാ. ഈ നിക്കാഹ് കഴിഞ്ഞ് പരസ്പരം ഫാമിലി തമ്മിൽ മാച്ചാകുമെങ്കിൽ ജീവിക്കട്ടെ. സാമ്പത്തിക ശേഷിയുള്ളവരുണ്ടെങ്കിൽ വിവാഹത്തിൽ അറകൂടി ജീവിച്ചതിന് ശേഷം അവരെന്ത് ചെയ്യട്ടെ? ഒരുമിച്ച് കൂടിയിട്ട് വലീമത്ത് കൊടുക്കട്ടെ, വിവാഹ സദ്യ കൊടുക്കട്ടെ. പുതിയാപ്പിള പോകുന്നതിന്റെ പേരിൽ വാഹനം റോഡിലൂടെ നിരനിരയാർ നിർത്തിയിട്ട് 30 സ്പീഡിൽ പോകുമ്പോൾ ആ നാട്ടിലെ സർവ്വ മനുഷ്യരുടെയും ശാപമേറ്റൊരു ചടങ്ങ്. പണ്ടൊക്കെ ഓക്കെ, ഇപ്പൊ റോഡ് എത്ര റഷാ. ഈ റഷായ റോഡിൽ എന്തിനാ ഈ ആഭാസ കോമരം കുത്തൽ? എന്തിനീ കോമരം തുള്ളുന്നത്? ഇസ്ലാമിക വിവാഹമല്ല. ഇസ്ലാമിക വിവാഹം ചെലവ് കുറഞ്ഞത്. ജീവിക്കട്ടെ മനുഷ്യർ, ഇസ്ലാം പ്രൊമോട്ട് ചെയ്യട്ടെ, എന്നിട്ട് സ്വസ്ഥമായി ജീവിക്കട്ടെ. ആർക്കാണ് ഇതിന്റെ ആവശ്യം? ഈ ആഭാസങ്ങൾ ആർക്കു വേണ്ടിയാ? ഈ ആഭാസങ്ങൾ ആർക്കു വേണ്ടിയാ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ മാനേഴ്സ് നന്നായി സംരക്ഷിക്കണം. പുതിയ കാലത്ത് നമ്മുടെ സഹോദരിമാർ പലപ്പോഴും നമ്മുടെ ചാനലുകളൊക്കെ, ഈ ചില ചാനലുകൾക്കൊക്കെ ജീവിച്ചു പോകണമെങ്കിൽ എന്തെങ്കിലും അപശബ്ദങ്ങൾ കിട്ടിയാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അർത്ഥവും മാനവും ഉള്ള ഏതെങ്കിലും മൂല്യമുള്ളതൊന്നും കിട്ടിയാൽ അവർക്കത് എന്ത് കിട്ടൂല? റേറ്റ് കൂടി കിട്ടൂല, വ്യൂവേഴ്സ് കൂടി കിട്ടൂല. വ്യൂവേഴ്സ് കിട്ടണമെങ്കിൽ എപ്പോഴും അഴുക്കുകൾ വേണം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ചാബല്യമുള്ള, മതം പഠിക്കാൻ ഭാഗ്യമില്ലാത്ത തട്ടം ധരിച്ച പെൺകുട്ടികളെ കിട്ടിയാൽ അവരെ ഇന്റർവ്യൂ ചെയ്ത് അവരെ കൊണ്ട് എന്ത് തോന്നിയാസവും പറയിപ്പിക്കുക, അതിന് റീച്ച് കൂട്ടുക. ഇവിടെയൊന്നും ബുദ്ധിയുള്ളവർ പെടരുത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം എന്ന് പറയുന്നത് പ്രാക്ടിക്കലാണ്. മാനേഴ്സ് വളരെ പ്രധാനമാണ്. ഒരു മുസ്ലിമിന്റെ ഏറ്റവും നല്ല പെരുമാറ്റ ശൈലി എന്താ? ഇപ്പൊ വിവാഹങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ആഭാസം കാണുന്നത് എന്താ? ആ നാട്ടിലെ മുതിർന്നവരെ ആരെയും പരിഗണിക്കാതിരിക്കുക, ആ വീട്ടിലെ പ്രായം ചെന്നവരെ പരിഗണിക്കാതിരിക്കുക, എല്ലാവരെയും കൊഞ്ഞനം കുത്തുക. ഈ ശൈലി ശരിയാണോ? ഈ ശൈലി ശരിയല്ല എന്ന് മാത്രമല്ല, ഞാൻ ആ ഭാഗത്തിൽ നിന്ന് പിന്മാറുന്നു. ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന വാക്യതാണെന്നറിയോ? പ്രധാന പോയിന്റ്, ആഘോഷിക്കണം. ആഘോഷം കുറഞ്ഞു പോയാൽ ആഭാസങ്ങൾ കുന്നുകൂടും. എല്ലാ വെള്ളിയാഴ്ചയും, ഏറ്റവും ചുരുങ്ങിയത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആ നല്ല പലഹാരങ്ങൾ, നല്ല കാര്യങ്ങൾ, ദ്വാകൾ ഒന്നിച്ചിരുന്ന് ആഘോഷിച്ച് ശീലിക്കണം. കൂടാതെ മാസങ്ങളിൽ ഓരോ മാസവും പ്രധാനപ്പെട്ട മഹാന്മാരുടെ സ്മരണകളുണ്ട്. ആ സ്മരണകളൊക്കെ വീടുകളിലും പള്ളികളിലും ഒക്കെ നിരന്തരം ആഘോഷപൂർണമായി കൊണ്ടു നടക്കണം. കഴിഞ്ഞ കാലത്തെ ആചാരങ്ങൾ, റിച്വൽസിന്റെ പൊളിറ്റിക്സ് പഠിക്കണം നമ്മൾ. അതിൻ്റെ സോഷ്യോളജി പഠിക്കണം നമ്മൾ. എന്താണ് ആചാരങ്ങൾ? എന്തിനുണ്ടായത്? ആചാരങ്ങൾ ഉണ്ടായത് സമൂഹങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കാനാണ്. നമ്മൾ വല്യമ്മയുടെ ആണ്ടിന്റെ പേരിൽ മക്കളും പേരക്കുട്ടികളെല്ലാം ഒന്നിച്ചു ഒരു യാസീനോദി, ഒരു പണ്ഡിതന്റെ നേതൃത്വത്തിൽ, ഒരു സയ്യിദിന്റെ നേതൃത്വത്തിൽ ഒന്ന് ദുആ ചെയ്തു. അവരുടെ കഴിവിനനുസരിച്ചുള്ള വല്ല പലഹാരവും കഴിച്ചു. എല്ലാവർക്കും പരസ്പരം കണ്ടുമുട്ടിയാലുള്ള ഒരു വികാരം എന്താ? ഒരു ഒരുമബോധം. ഞങ്ങളൊക്കെ ഒരു തറവാട്ടുകാരാണെന്നൊരു ബോധം, ഞങ്ങൾ ചില മൂല്യങ്ങളൊക്കെ സേവ് ചെയ്യേണ്ടതെന്നൊരു തോന്നൽ. ഈ തോന്നലുണ്ടാക്കൽ മനുഷ്യരിൽ മൂല്യമുണ്ടാക്കും. ഒരു പള്ളിയിൽ ഒരു മാസം നമ്മളൊരു പ്രത്യേക ആചാരം, മൗലിദ്, റബീഉൽ അവ്വലിന്റെ മൗലിദ്, റബീഉൽ ആഖിറിന്റെ മൗലിദ്, ആ മൗലിദിന്റെ പേരിൽ ഒരുമിച്ച് കൂടുമ്പോൾ ആ നാട്ടുകാരുടെ ഇടയിൽ ഒരു യോജിപ്പ്, ഞങ്ങളൊക്കെ ഒരു മഹല്ലുകാരാണെന്ന ഒരു യോജിപ്പ്. ഈ ബോധ്യം ഒരുമ സൃഷ്ടിക്കും. ഇതാണ് റിച്വൽസ്, ആചാരങ്ങൾ. ഇത്തരം ആചാരങ്ങൾ നന്മയുള്ളത് നന്നായി നിലനിർത്തണം.
പകരം മൂല്യമില്ലാത്തതിനെ വെട്ടിക്കളയണം. വെള്ളിയാഴ്ചകൾ ആഘോഷിച്ചിട്ടില്ലെങ്കിൽ പകരം പലതും വരും. അതുപോലെ എല്ലാ വർഷവും നമ്മൾ വീട്ടിൽ നന്നായി മൗലിദ് വഹിച്ചിട്ടില്ലെങ്കിൽ മറ്റു പലതും വരും. ബർത്ത്ഡേ നോക്കൂ നിങ്ങൾ. ബർത്ത്ഡേയുടെ അർത്ഥം എന്താ? ജനിച്ച ദിവസം എന്നാണ് ബർത്ത്ഡേയുടെ അർത്ഥം. പക്ഷെ നമ്മൾ എപ്പോഴാ ബർത്ത്ഡേ ആഘോഷിക്കൽ? ഉദാഹരണത്തിന് 2026 ആഗസ്റ്റ് 8-ാം തീയതി ഒരു കുട്ടി ജനിച്ചു. ഇന്ന് ബർത്ത്ഡേ ആഘോഷം ഉണ്ടോ? ഇല്ല. ബർത്ത്ഡേ എപ്പോഴാണ് ആഘോഷിക്കാൻ പോകുന്നത്? ഒരു വർഷം കഴിയുമ്പോൾ 2027 ആഗസ്റ്റ് 8 ആകുമ്പോൾ ആഘോഷിക്കുന്നു. അതിൻ്റെ അർത്ഥം ഈ കുട്ടിക്ക് കണക്കാക്കപ്പെട്ട ജീവിതത്തിലെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം ക്ലോസ് കഴിഞ്ഞുപോയി. അതിനാഘോഷിക്കുക. ഇങ്ങനൊരു ആചാരം ഇസ്ലാം പ്രൊമോട്ട് ചെയ്തതല്ല. ജീവിതം ഇവിടെ ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ, ശേഷം ഒരു ജീവിതമില്ല എന്ന ചിന്തയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ആഘോഷ രീതിയാണ്. അതുകൊണ്ട് തന്നെ ചിലരൊക്കെയുണ്ട് പല മൗലിദുകളൊക്കെ ബർത്ത്ഡേ എന്ന കോണ്ടെക്സ്റ്റിൽ കൊണ്ടുവരുന്നവർ. പ്ലീസ്, വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ചിന്തിക്കും ഇത്ര പറയണോ എന്ന് ചിന്തിക്കും. നിങ്ങൾ എൻ്റെ കൂടെ കുറച്ച് സമയം 2 മിനിറ്റ് എൻ്റെ കൂടെ സഞ്ചരിക്കൂ. നിങ്ങളിപ്പോൾ ബർത്ത്ഡേ പ്രൊമോട്ട് ചെയ്തു, വീട്ടിൽ നിന്ന് നല്ലത് മാത്രം ചെയ്ത് ബർത്ത്ഡേ ആഘോഷിച്ചു. ഈ കുട്ടി വലുതാകും. കുട്ടി വലുതായി 10 വയസ്സായി, 15 വയസ്സായി, 17 വയസ്സായി, 18 വയസ്സായി. അന്ന് ആഘോഷിക്കുന്ന ബർത്ത്ഡേക്ക് നിങ്ങൾ കൂടെ ഉണ്ടാവുമോ എന്ന് ആലോചിച്ച് നോക്ക്. ആ കുട്ടി ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്നത് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാ. ഫ്രണ്ട്സ് ആരാ? ആക്ടിവിറ്റീസാ. ആ ആഘോഷത്തിന് ഉപയോഗിക്കുന്ന ടൂൾസ് എന്തൊക്കെയാ? ഒരു കുട്ടി ആദ്യമായി ജീവിതത്തിൽ വ്യഭിചാരം പരിശീലിക്കാൻ തുനിയുന്ന ചര്യയായി, ആചാരമായി ഈ ബർത്ത്ഡേ വരാനിരിക്കുന്നു. അന്ന് നിങ്ങളുടെ ഏടിലേക്ക് വരുമാനം വരുമ്പോൾ അത് ഏറ്റുവാങ്ങാൻ സന്നദ്ധതയുള്ളവരാണ് ബർത്ത്ഡേക്ക് ടിക്ക് കൊടുക്കേണ്ടത്. അല്ലാത്തവർ പതുക്കെ പറയണം, മക്കളെ ഈ ആഘോഷം പകരം നിങ്ങൾ അതിൻ്റെ മുമ്പോ ശേഷമോ നിങ്ങൾ എന്ത് ചെയ്യും? കേക്കാണോ വേണ്ടത്? മുമ്പ് വാങ്ങി കഴിച്ചോളൂ, അല്ലെ ശേഷം വാങ്ങി കഴിച്ചോളൂ. ജീവിതത്തിൽ ഒരു വർഷം നഷ്ടപ്പെടുമ്പോൾ ആഘോഷിക്കുന്നതിന് എന്ത് യുക്തിയാ ഉള്ളത്? ചിലരൊക്കെ പറയും നന്ദിയാണ്, ശുക്റാണ്. ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിൽ അള്ളാഹു തന്ന ഒരു വർഷത്തിന് തുല്യമായ എന്തെങ്കിലും ഒരു സംഗതി ചെയ്തു പൂർത്തിയാക്കാൻ ഈ ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് കഴിയോ? ഇല്ല. അള്ളാഹു ചെയ്ത നിഅമത്തിന് തത്തുല്യമായി ഒന്നും കഴിയാത്തയിടത്തോളം അവിടെയുള്ള ഏക പോംവൈ മഗ്ഫിറത്താണ്, തൗബ ചെയ്യലാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമിന്റെ ഇത്തരം ഘട്ടങ്ങളിലെ ഏക പ്രക്രിയ റബ്ബേ പുറത്തു തരണേ, അള്ളാഹുവിലേക്ക് മടങ്ങലാണ്. ഞാൻ പറയുന്നു, ഇനി നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങൾ സംരക്ഷിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. തമ്മിലുള്ള ബന്ധമാണ് ഏറ്റവും വലിയ അമൽ. നമ്മൾ പരസ്പരമുള്ള ബന്ധങ്ങളാണ് ഏറ്റവും വലിയ അമൽ. പരസ്പരം നല്ല റിലേഷൻ കാത്തു സൂക്ഷിക്കണം, നല്ല ബന്ധം കാത്തു സൂക്ഷിക്കണം. മാതാപിതാക്കൾ, മക്കൾ, ഭാര്യ, ഭർത്താവ്, അതുപോലെ അയൽവാസികൾ, ജ്യേഷ്ഠാനുജന്മാർ, സഹോദര സഹോദരിമാർ, പരസ്പരം ബെസ്റ്റ് റിലേഷൻ. ഇത് ഏറ്റവും വലിയ സ്വാലിഹായ അമലാണ്. നിങ്ങൾ 5 നേരവും നിസ്കരിച്ചു ജമാഅത്തായിട്ട്. മുമ്പ് ശേഷമുള്ള 22 റക്അത്ത് റവാത്തിബ് നിസ്കരിച്ചു. ഒരു 15 മിനിറ്റിനുള്ളിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ അവതരണം മുഴുവനായി ക്ലോസ് ചെയ്യും. അന്ന് ഒരു ജുസ് ഖുർആൻ പാരായണം ചെയ്തു. 11 റക്അത്ത് വിത്ർ നിസ്കരിച്ചു. 8 റക്അത്ത് ദുഹാ നിസ്കരിച്ചു. ഇങ്ങനെ എല്ലാം ചെയ്തു. ഇതെല്ലാം ചെയ്താലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രതിഫലത്തിൻ്റെ എത്രയോ 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 മടങ്ങ് വലുതാണ് നിങ്ങളുടെ സ്വന്തം വീട്ടിൽ ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ ഇടയിൽ സ്നേഹമുള്ള സമൃദ്ധമായ നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നത്. ഇതാലോചിക്കുമ്പോൾ ചിലരൊക്കെ ഉള്ളം വേർക്കും, പൊടച്ചോനെ കുടുങ്ങി, വേറെന്ത് വേണമെങ്കിലും ചെയ്യാം, ഇവരുടെ ഇടയിൽ എങ്ങനെയാ ഒരു സൗഹൃദം കൊണ്ട് നടക്കുക, ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആദ്യമായി ഞാനൊരു പൊതുതത്വം പറയാം. ജീവിതം എന്ന് പറയുന്നത് അത് ഒരു ബെസ്റ്റ് ഫ്ലോ ആണ്, ഒരു നല്ല ഒഴുക്കാണ് ജീവിതം. പ്രയാസമില്ലാതെ ഒഴുകുന്ന ഒരു ഒഴുക്കാണ് സത്യത്തിൽ ജീവിതം. ലൈഫ് ഈസ് റിയലി വെരി സിമ്പിൾ. ഫഇന്ന മഅൽ ഉസ്രി യുസ്ര,
ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ജീവിതം എളുപ്പമാണ്, ജീവിതം സിമ്പിളാണ്, ജീവിതം ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കും. അവിടെ നന്മക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്നറിയാം? ഞാൻ ഓപ്പോസിറ്റ് പറയാം. എന്താ? പ്രയാസമുള്ളൊരു കുടുംബം, തെറ്റിക്കഴിയുന്നൊരു കുടുംബം, കലുഷിതമായൊരു കുടുംബം, ത്വലാഖായിട്ട് ഫിറാക്ക് കഴിഞ്ഞ് പിരിഞ്ഞു കഴിയുന്ന ഒരു ഫാമിലി, ഇങ്ങനെ പ്രശ്ന സങ്കീർണമായ ഒരു ഫാമിലിയോ മഹല്ലോ സ്ഥാപനമോ ഏതെടുത്താലും അവിടെയുള്ള ഒരു കാര്യം, ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അവർ പരസ്പരം സന്തോഷത്തോടെ ഒന്ന് പുഞ്ചിരിച്ച് സലാം പറഞ്ഞ് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയോ ഫേസ് ചെയ്യുകയോ ചെയ്യുന്നത് കുറവായിരിക്കും. ഇത് കുറവായിരിക്കും. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത്, മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് സലാം പറയുന്നത് കുറവായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ്ഷു സലാമ ബൈനക്കും. എത്ര സിമ്പിളാ! സിമ്പിൾ അല്ലേ? വെരി സിമ്പിൾ. പക്ഷേ നിങ്ങൾ നോക്കൂ, ചില രക്ഷിതാക്കൾ മകന് ഫോണ് വാങ്ങിച്ചു കൊടുത്തു, 2 വീലർ വാങ്ങിച്ചു കൊടുത്തു, ഷൂ 2000-ന്റെ വേണമെന്ന് പറഞ്ഞു വാങ്ങിച്ചു കൊടുത്തു. ഇങ്ങനെ എല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടും ഈ ബാപ്പ, കഴിഞ്ഞ ദിവസം ഞാൻ വലിയൊരു മാസ് പാരന്റിങ് പ്രോഗ്രാമിൽ അവസാനം ചോദ്യം ചോദിക്കാനുള്ള അവസരം കൊടുത്തപ്പോൾ ഒരാൾ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തേങ്ങിപ്പോയി. അദ്ദേഹം പറഞ്ഞു, സാദേ, എല്ലാം കൊടുത്തു, സ്നേഹത്തിനെല്ലാം കൊടുത്തു, വളരെ തേനിൽ ചാലിച്ചു മാത്രം സംസാരിച്ചു, പക്ഷേ വെറുപ്പ് മാത്രം തിരിച്ചു തരുന്നു. എന്താ ചെയ്യേണ്ടത്? കരഞ്ഞുപോയി അദ്ദേഹം. പറഞ്ഞു തീരും മുമ്പേ അദ്ദേഹം തേങ്ങിപ്പോയി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഞാൻ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. എന്താ? പരസ്പരം ഫേസ് ചെയ്ത് പുഞ്ചിരിച്ച് സലാം പറഞ്ഞ് ശീലിക്കുക. എല്ലാത്തിനും വഴങ്ങിക്കൊടുക്കുന്ന അവസ്ഥകൾ ഒഴിവാക്കുക. എവിടെയും പാരൻസ് മക്കളുടെ മോൻ പറയാൻ 14 വയസ്സായിട്ടുള്ള 9ാം ക്ലാസ് പഠിക്കുക. മോൻ പറയാ, ബാപ്പ എനിക്ക് ഫോണ് വേണം. കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി എൻ്റെ അടുത്ത് വന്നു, 14 വയസ്സായിട്ടുള്ളൂ. ഈ ബാപ്പ വളരെ ചെറിയ വേതനത്തിന് ജീവിക്കുന്ന, ചെറിയ ശമ്പളത്തിന് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഈ മകൻ പറയാ, എനിക്ക് ഐഫോൺ വേണം. അയാളുടെ കയ്യിൽ ചെറിയൊരു തുക ഉണ്ട്. ആ തുകക്ക് അയാൾ ഒരു ഫോൺ വാങ്ങിച്ചു കൊടുത്തു. അതൊരു ആൻഡ്രോയിഡ് ഫോണായിരുന്നു. ആ കുട്ടി മറ്റൊരു വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് ഭീഷണി, ഇതാ എനിക്ക് ഐഫോൺ വാങ്ങിച്ചു തന്നിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം എന്നെ കാണൂല, നിങ്ങൾക്ക് പത്രത്തിൽ ഫോട്ടോ വരുമ്പോഴേ അറിയുള്ളൂ, അതുകൊണ്ട് ഉടനെ എനിക്ക് ഐഫോൺ വേണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തൊരു സങ്കടമാണ്. ആരാണ് ഈ പ്രവണത ഉണ്ടാക്കുന്നതെന്നറിയോ? കുഞ്ഞുനാൾ മുതൽ ശരിയല്ലാത്തൊരു വിഷയം പറയുമ്പോൾ അതാരായാലും ഇമോഷണൽ ആകരുത്, പക്ഷേ നോ പറഞ്ഞ് ശീലിക്കണം. ശരികൾക്കൊരു കുറവുണ്ടാകരുത്. എല്ലായ്പ്പോഴും ഞാൻ ഈ പറഞ്ഞ റിലേഷനുകൾക്ക് ഒരു പഞ്ഞും ഉണ്ടാകരുത്, ഒരു കുറവുണ്ടാകരുത്. പകരം തെറ്റായ കീഴ്വഴക്കങ്ങൾ, എനിക്കത് വേണം. ഇപ്പോൾ എല്ലാവർക്കും പേടിയാണ്. വർഷാവസാനാകുമ്പോൾ, പ്രത്യേകിച്ച് സ്കൂളുകളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അധ്യയന വർഷത്തിൻ്റെ എൻഡ് ആകുമ്പോൾ ഈ ടൂർ പോകുന്ന സമയത്ത് എന്തുമാതിരി തോന്നിവാസങ്ങൾ നടക്കുന്നു എന്നറിയും. ആ കാലയളവിൽ അങ്ങാടികളിലൂടെ കുറുക്കം കൂക്കി ബസ് പോകുന്നത് കണ്ടാൽ എല്ലാവരും മനസ്സിലാക്കും അത് സ്കൂളിലെ ടൂറാണെന്ന്. ഇങ്ങനെ ആഭാസങ്ങൾ നിറയുന്ന ടൂറ് പോകുമ്പോൾ രക്ഷിതാക്കൾ നോ പറയാൻ പേടിയാ. എന്താ അറിയോ? കഴിഞ്ഞ പ്രാവശ്യം നോ പറഞ്ഞതിൻ്റെ പേരിൽ ഇന്നാലിന്ന പ്രദേശത്തെ ഒരു കുട്ടി കുളിമുറിയിലാണ് തൂങ്ങിയത്. ഈ പേടിയാ. എവിടെ നിന്നാണ് ഈ തൂങ്ങലൊക്കെ വരുന്നത്? 1, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഇല്ലാത്തത്. 2, നോ പറയേണ്ട ഒരു അവസരം വരുമ്പോൾ നിങ്ങൾ ഇമോഷണൽ ആകുന്നു. ഇമോഷണൽ ആകരുത്. മറ്റൊന്ന്, മാനേഴ്സ് മറന്നുള്ള പെരുമാറ്റം. ഒരാളോട് സംസാരിക്കേണ്ട രീതി മറന്നുള്ള സംസാരം. റെസ്പെക്റ്റീവായിട്ട് സംസാരിച്ചാൽ എത്ര സുഖമാണ്. കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി എൻ്റെ അടുത്ത് വന്നു. ബാപ്പയെ മകൻ ശാരീരികമായി കൈകാര്യം ചെയ്തതിൻ്റെ പേരിൽ പരിസരവാസികൾ ഇടപെട്ടു. അങ്ങനെ പ്രശ്നമായിട്ടാണ് അവർ വരുന്നത്. അങ്ങനെ പ്രശ്നമായിട്ട് വന്ന ഒരു ഫാമിലിയുടെ കൂടെ ഞാൻ ഇരുന്നു. ആ പ്രശ്നം ഏകദേശം 4-5 മണിക്കൂർ എടുത്തു. 2-3 ലിസണേഴ്സ്, സൈക്കോളജിസ്റ്റുകളുടെ പ്രസൻസിൽ അത് ക്ലോസ് ചെയ്യുന്ന പോയിന്റിലെത്തിയപ്പോൾ അതിൽ മകനോട് ബാപ്പ പറഞ്ഞു, അതിൻ്റെ പ്രശ്നം തന്നെ ഇങ്ങനെയാണ്, അതിൻ്റെ സീൻ പോയിന്റ് ഇങ്ങനെയാണ്. അതായത് മകനെ ബാപ്പ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. എന്തുകൊണ്ട്? വീട്ടിലേക്ക് ബാപ്പ പറഞ്ഞ ക്യാഷ് തരാത്തതിൻ്റെ പേര്.
അപ്പം ഇത് ഏകദേശം പ്രശ്നങ്ങളൊക്കെ ക്ലോസ് ആയി വന്നപ്പോൾ അത് ക്ലോസ് പോയിന്റിൽ നിന്ന് പിരിക്കുമ്പോൾ ഈ മകൻ പറഞ്ഞു, ഒരു ഉറുപ്പിക ചെലവിന് ഞാൻ തരൂല എന്ന് പറഞ്ഞു. സത്യത്തിൽ ഈ ഒരു വാക്കായിരുന്നു അവിടുത്തെ സർവ്വ പ്രശ്നം ഉണ്ടാക്കിയത്. എന്താണ് വിഷയം? നേരത്തെ വലിയ തുകകൾ നൽകിയിരുന്നൊരു മകൻ ഇപ്പോൾ ജോലിയിൽ നേരത്തെ കിട്ടിയതിൻ്റെ 1/3 സാലറി മാത്രം കിട്ടുന്ന സമയത്ത് അവൻ്റെ സ്വന്തം ചിലവിന് മതിയാകുന്നില്ല. അവൻ്റെ ഫാമിലി അവൻ്റെ കൂടെയാണുള്ളത്. അപ്പോൾ ഈ ക്യാഷ് മതിയാകാതിരുന്നപ്പോൾ ആ മകൻ പറഞ്ഞു, ഇപ്പം എനിക്ക് തരാൻ പറ്റൂല എന്ന് പറയുകയാണ്. പക്ഷെ അവൻ ഏത് ലാംഗ്വേജ് ഉപയോഗിച്ചു? ഒരു ഉറുപ്പിക ഞാൻ തരൂല. ഈ ലാംഗ്വേജിന് പകരം ആ മകൻ പറയാ, ഉപ്പ എനിക്ക് എപ്പോഴും തരണമെന്നുണ്ട്, കഴിയുമ്പോഴൊക്കെ ഞാൻ തരും, ഈ പ്രാവശ്യം ഇങ്ങനെയാണല്ലോ ഉള്ളൂ, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ആ ബാപ്പ പറയും, മോനെ ഞാൻ നോക്കട്ടെ, നിനക്കെന്തേലും തരാൻ പറ്റുമെന്ന്. ഇത്രയേ ഉള്ളൂ. ഇവിടെയാണ് സംസാരം പരസ്പരം ബഹുമാന്യമായി സംസാരിച്ച് ശീലിക്കണം. മാതാപിതാക്കൾ മക്കളോടും ബഹുമാന്യമായി സംസാരിക്കണം. മക്കൾ എല്ലാവരോടും ബഹുമാന്യമായി സംസാരിക്കണം. ബഹുമാന്യമായി സംസാരിച്ചാൽ നേട്ടങ്ങൾ പലതാണ്. കഴിഞ്ഞ ദിവസം ഒരു നല്ല സാലറി കിട്ടുന്ന ജോലിയിൽ നിന്ന് ഒരാളെ പിരിച്ചുവിട്ടു. ആ പിരിച്ചുവിടുന്ന പശ്ചാത്തലം എങ്ങനെയാണെന്നറിയോ? അയാൾ മാസം തികഞ്ഞതിൻ്റെ 2-ാം ദിവസം സാലറി ചോദിക്കുകയാണ്. സാലറി ചോദിക്കുന്ന ടോണൊന്ന് മാറിയപ്പോൾ ഈ മുതലാളി പറഞ്ഞു, ഇത് ഇയാളെ തന്നെ പുറത്താക്കണം, കാരണം ഇയാൾ നമ്മളെ സർവ്വവും തകർക്കും, ഇയാളെ ശൈലി ശരിയല്ല. ഉദ്ദേശ്യത്തിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ പറഞ്ഞ പ്രയോഗത്തിൽ സിമ്പിൾ ഫോർമാറ്റ്, ചെറിയൊരു ഫോർമാറ്റിൽ മാറിപ്പോയി. എനിക്ക് പറഞ്ഞ പൈസയുടെ എനിക്ക് പറഞ്ഞ ശമ്പളം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ചോദിക്കുന്നത്. മാന്യമായ നല്ല 2 വാക്കുകളാണ് ഉപയോഗിച്ചതെങ്കിൽ ഇല്ലാത്ത ക്യാഷ് ഉണ്ടാക്കിയിട്ട് ആ മുതലാളി ശമ്പളം കൊടുക്കും. പക്ഷേ പ്രയോഗം മാറിയപ്പോൾ അയാളുടെ ജോലി പോയി. നാം ശ്രദ്ധിക്കേണ്ടത് മുഅ്മിനീങ്ങളുടെ ശൈലിയാണ് പരസ്പരം നല്ല മാന്യമായ സംസാരം, ബഹുമാനമുള്ള സംസാരം, ഡീസൻ്റുള്ള സംസാരം വലിയൊരു അമലാണ്. ഇന്നൽ ഇൻസാന ലയതകല്ലമു ബികലിമത്തിൻ ലാ യൽഖാ ലഹാ ബാലൻ ലയുഹ്വാ ബിഹാ ഇലാ ജഹന്നം. മനുഷ്യൻ സംസാരിക്കുന്ന ഒരു കലിമത്ത്, ആ ഒരു വാക്ക് ഒരുപക്ഷേ അവനെ നരകത്തിലേക്ക് കൂപ്പുകുത്തിച്ചേക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? അനാവശ്യം പറയരുത്, സഭ്യേതരമായി സംസാരിക്കരുത്. നല്ല ഡീസൻ്റ് സംസാരം, നിലവാരമുള്ള ടോക്കിംഗ് സ്റ്റൈൽ, സംസാര രീതി, അതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പിന്തുടരാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബറക്കത്തിന് വേണ്ടി ഒരു 3 മിനിറ്റ് ഉൾക്കൊള്ളുന്ന ഒരു ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. സയ്യിദുന ഹബീബ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കത്തുമായി ഒരു രാജാവിൻ്റെ, ഒരു ഭരണാധികാരിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. നബി തങ്ങളോട് വിരോധം കാത്തു സൂക്ഷിക്കുകയും പ്രവാചകത്വം കള്ളമായി വാദിക്കുകയും ചെയ്തിരുന്ന മനുഷ്യൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ഹബീബുന് സെയ്ദ് റളിയല്ലാഹു അൻഹു കത്തുമായി ചെന്നപ്പോൾ ഈ രാജാവ്, ഭരണാധികാരി, സാധാരണ ഒരു ഭരണാധികാരിയും മറുവശത്തൊരു ഭരണാധികാരിയിൽ നിന്ന്, ഒരു നേതാവിൽ നിന്ന് വരുന്നൊരു ദൂതനെ ഒരു കാരണവശാലും ഉപദ്രവിക്കില്ല. അതവരുടെ സമൂഹത്തിൻ്റെ നിലവാരത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ കള്ളപ്രവാചകനായ ഭരണാധികാരി ഹബീബ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പിടിച്ചു നിർത്തിയിട്ട്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് വിശ്വസിക്കുമോ എന്ന് ചോദ്യം ചെയ്തു. ഹബീബ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു അതിന് വിലങ്ങ് നിന്നപ്പോൾ ജീവനിൽ നിന്ന് പിടിച്ചു നിർത്തിയിട്ട്, ബലമായി പിടിച്ചു നിർത്തിയിട്ട് ശരീരത്തിൽ നിന്ന് ഒരു പീസ് പച്ചയായി മാംസക്കഷണം മുറിച്ചെടുത്ത് മുമ്പിലിട്ടു. ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ പമ്പ് ചെയ്യുന്നു, മുറിഞ്ഞു വീണ മാംസക്കഷണം പിടക്കുന്നു. ആ പിടക്കുന്ന സമയത്ത് വീണ്ടും ചോദിക്കുന്നു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് വിശ്വസിക്കുമോ? ഹബീബ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു അംഗീകരിച്ചില്ല. വീണ്ടും പിടിച്ചു നിർത്തിയിട്ട് മുറിച്ചു. വീണ്ടും ചോദിച്ചു. ശരീരത്തിലെ ഓരോ പീസായി മുറിച്ചു. ഹബീബ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തി. അവസാന നിമിഷം വരെ ഒരു ചാഞ്ചാട്ടം പോലും മാറാതെ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പോരാടി മരിച്ചു. ഈ മരണവിവരം നസീബത്തുൽ മാസിനിയ എന്ന ഉമ്മയോട് വന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മയുടെ ഒരു മറുപടിയുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ. എന്താണ് ആ മറുപടി എന്നറിയോ? എൻ്റെ ഹബീബ് എന്ന മോനെ 12 വയസ്സുള്ളപ്പോൾ മദീനയിൽ നിന്ന് ഞാൻ മക്കയിലേക്ക് പോയ സമയത്ത്, ഹിജ്റയുടെ 2 കൊല്ലം മുമ്പേ, നുബൂവത്തിൻ്റെ 13-ാമത്തെ ഹിജ്റയുടെ 1 കൊല്ലം മുമ്പേ
നബുവത്തിന്റെ 13ാമത്തെ വർഷം മക്കയിൽ വെച്ച് നബി തങ്ങളെ കണ്ടുമുട്ടുമ്പോൾ 12 വയസ്സുകാരനായ എൻ്റെ മകന്റെ കുഞ്ഞു കഴികൾ ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും മഹത്വമാർന്ന കൈകളിൽ വെച്ച് ബൈഅത്ത് ചെയ്യുമ്പോൾ എൻ്റെ ഏക പ്രതീക്ഷ എന്താണെന്നോ, എൻ്റെ മക്കളൊക്കെ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യണം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദർശ സംരക്ഷണത്തിന് വേണ്ടി എൻ്റെ മക്കളൊക്കെ ജീവിതം സമർപ്പിക്കണം. അതിൻ്റെ തൊട്ടു മുമ്പുള്ള വർഷങ്ങൾക്ക് മുമ്പ് ഉഹുദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കളിൽ ഒരാൾ ഇന്നി ഖതൽതു മുഹമ്മദ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ സൈനിക സെറ്റപ്പ്, സൈനിക സ്വഫ് ചിതറിപ്പോയി. എല്ലാവരും പരസ്പരം ഓടിക്കലർന്നുപോയി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റിലും കേവലം 11 പേര് മാത്രം മുസ്ലിമീങ്ങൾ. ആ ഭാഗത്ത് മറുവശത്ത് നിന്ന് 1000-ഓളം വരുന്ന ശത്രുക്കൾ അതാ സ്വഫ് കെട്ടി പട്ടനിരയായി ഓടി വരികയാണ്. ആ സമയത്ത് ഈ 11 പേരിൽ 10 പേരും മദീനക്കാരാണ്. ആ 10 പേരിലെ 3 പേരും നബി നസീബത്തുൽ മാസിനിയുടെ ഭർത്താവും 2 മക്കളുമാണ്. ആ മക്കൾ കൺമുമ്പിൽ വെച്ച് മരിച്ചു വീഴുമ്പോഴും നസീബത്തുൽ മാസിനി ആ ആയുധമെടുത്തിട്ട് ശത്രുക്കൾക്കെതിരെ പോരാടാൻ ചെല്ലുകയായിരുന്നു ചെയ്തത്. അപ്പൊ പറഞ്ഞത്, എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംരക്ഷിക്കപ്പെടണം. എന്തേ കാരണം? ഞങ്ങൾ കണ്ട കല്ലുകളുടെ മുമ്പിലും മരങ്ങൾക്ക് മുമ്പിലും സുജൂദ് ചെയ്ത് കഴിഞ്ഞിരുന്ന എല്ലാ ജീവജാലങ്ങളുടെയും മുമ്പിൽ സുജൂദ് ചെയ്തും അവരുടെ മുമ്പിൽ സമർപ്പിച്ചും ജീവിച്ചിരുന്ന, പരസ്പരം കലഹിച്ചും മൂല്യച്യുതികളുടെ വക്താക്കളായും ജീവിച്ചിരുന്ന ഞങ്ങളെ മൂല്യങ്ങളുടെ മനുഷ്യരാക്കി പടച്ചവന് മാത്രമേ നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടതുള്ളൂ എന്ന് പഠിപ്പിച്ച് ഞങ്ങളെ തല അന്തസ്സുള്ളതാക്കി ഉയർത്തി തന്നൊരു നേതാവ്. ആ നേതാവിന് വേണ്ടിയും ആ നേതാവിൻ്റെ ആദർശത്തിനു വേണ്ടിയും ഈ ജീവൻ സമർപ്പിക്കണമെന്നതായിരുന്നു പ്ലാന്. ഹബീബിന്റെ മരണം വന്ന് പറഞ്ഞപ്പോൾ നസീബത്തുൽ മാസിനിയെ പറഞ്ഞ മറുപടി, എൻ്റെ പൊന്നുമോനെ ഞാൻ വളർത്തിയത് അള്ളാഹുവിൻ്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി സമർപ്പിക്കാനാണ്. എനിക്ക് മുമ്പേ ആ മോൻ സ്വർഗത്തിലേക്ക് വേഗത്തിൽ നടന്നുപോയതിൻ്റെ പേരിൽ, ധീരമായി പോയതിൻ്റെ പേരിൽ ഈ നസീബ ഇരുന്ന് കരയാൻ പോലും തയ്യാറല്ല. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ അന്ത്യനാളിൽ വളരെയേറെ ദുഷിച്ച പ്രവണതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിന് നടുവിൽ നിന്ന് ഇസ്ലാമിക വേഷം ധരിച്ച് വിശ്വാസം സംരക്ഷിച്ച് മൂല്യങ്ങൾ ജീവിതത്തിൽ ചേർത്ത് പിടിച്ച് ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണെന്ന് ഉറച്ചു വിശ്വസിച്ച് ശരികൾ മാത്രം ചെയ്ത് ഹലാലുകൾ മാത്രം ചെയ്ത് ഹറാമുകൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി ജീവിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ ജീവിക്കുന്ന കാലത്ത് നമുക്ക് നേടുന്നത് ഒന്ന് സ്വസ്ഥതയാണ്. നാളെയെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തൊരു പ്രതീക്ഷയാണ്. അള്ളാഹു നമുക്കങ്ങനെയാകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ റബീഉൽ അവ്വൽ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് നല്ല മൂല്യങ്ങളെയൊക്കെ മുറുകെ പിടിക്കണം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ നിറഞ്ഞു നിൽക്കണം. അതുപോലെ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ശരിയിൽ ഒതുങ്ങി നിന്ന് നിറഞ്ഞു നിൽക്കണം. അള്ളാഹു അങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതമെന്നും ഈമാനുള്ളതായി, ആഫിയത്തുള്ളതായി, ഐശ്വര്യമുള്ളതായി മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. പ്രയാസം ഇല്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ നമുക്കൊരു 3 സ്വലാത്ത് ചെല്ലാം. ഉലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി സഅദിൻ സഈദിൻ സുബൈറിൻ ത്വൽഹാത്തിൻ വഅബി ഉബൈദത്തിൻ വബ്നി ഔഫിൻ ആസിരിൽ കറമി ثم الرضا عن أبي بكر وعن عمر وعن علي وعن
عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ ലോകരക്ഷിതാവായ അല്ലാഹ്, ഞങ്ങളെല്ലാവരെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ നല്ല ദിവസം, നല്ല സദസ്സിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്നത് നീ ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ സർവ്വ തെറ്റുകളും നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന, ഞങ്ങൾ നേരിടുന്ന ജീവിതാവശ്യങ്ങൾ എല്ലാറ്റിലും നീ ഞങ്ങളെ സഹായിക്കണേ റഹ്മാനേ. റബ്ബേ, നിങ്ങൾ ഈ ഒരുമിച്ചു കൂടിയത് ബഹുമാനപ്പെട്ട വലിയൊരു സ്വാലിഹായ മഹാന്റെ ചാരത്താണ്. ആ മഹാന്മാരുടെ മദത് ഞങ്ങളെ ജീവിതത്തിൽ ധാരാളം നൽകണേ അല്ലാഹ്. നീ ആദരിച്ച മഹാന്മാരുടെയും സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും ഒക്കെ ബറക്കത്തുകൊണ്ട് അല്ലാഹുവേ, സർവ്വ തെറ്റുകളും പൊറുക്കണേ റഹ്മാനെ. ജീവിതാവശ്യങ്ങൾ നിറവേറ്റിത്തരണേ അല്ലാഹ്. വീട്, വിവാഹം, പഠനം, ജോലി, മക്കള് എല്ലാറ്റിലും സഹായിയാകണേ അല്ലാഹ്. ഞങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളിലൊക്കെ ഞങ്ങളെ സഹായിക്കണേ റഹ്മാനെ. രക്ഷയേകണേ അല്ലാഹ്. ജീവിതാവശ്യങ്ങൾ സർവ്വതും നീ തുറന്നു തരണേ അല്ലാഹ്. ഈമാനുള്ള ജീവിതം എളുപ്പമാക്കി തരണേ അല്ലാഹ്. തഖ്വയുള്ള ജീവിതം എളുപ്പമാക്കി തരണേ അല്ലാഹ്. ഇൽമുള്ള ജീവിതം എളുപ്പമാക്കി തരണേ അല്ലാഹ്. ഐശ്വര്യവും ആരോഗ്യവും നീ ഓശാരമായി തുറന്നു തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ജീവിതം എണ്ണിത്തീർത്തി ലോകത്ത് നിന്ന് തിരിച്ചു വിളിക്കുന്ന സമയമാകുമ്പോൾ നല്ല സന്തോഷത്തോടെ, കാമിലായ ഈമാനോടെ, എല്ലാം തന്ന നിന്നെ കാണണമെന്നാശിച്ച് മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. ഞങ്ങളെ ജീവിതത്തിൽ നീ ചെയ്യാൻ തൗഫീഖ് നൽകിയ എല്ലാ കാര്യങ്ങളിലും നല്ല സന്തോഷത്തോടെ, പ്രതീക്ഷയോടെ നിന്നെ കാണണമെന്ന് മോഹിച്ച് മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. ഖബറിലെ ശിക്ഷയിൽ നിന്ന് കാക്കണേ റഹ്മാനെ. ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധുക്കൾ, ഞങ്ങളെ പ്രിയപ്പെട്ട ഒരുപാട് സ്നേഹവലയത്തിലുള്ള നല്ല കൂട്ടുകാരികൾ, ഒരുപാട് പേര് ഖബറിലുണ്ട്. എല്ലാവർക്കും ഈ സദസ്സിന്റെ തത്തുല്യ പ്രതിഫലം നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയതിലേറെ ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയും മുത്തുനബി തങ്ങളുടെ ജിവാറിൽ ലിവാഉൽ ഹംദിന്റെ കീഴിൽ ഹൗദുൽ കൗസറിന്റെ ചാരത്ത് നിന്റെ സ്വർഗലോകത്ത് നിന്റെ ലിഖായിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാഹ്. ഞങ്ങളിൽ ആരെയും നരകം കൊണ്ട് ശിക്ഷിക്കല്ലേ അല്ലാഹ്. ഖബറിൽ ശിക്ഷിക്കല്ലേ അല്ലാഹ്. നിന്റെ സർവ്വശിക്ഷകളിൽ നിന്നും ഔദാര്യമായി ഞങ്ങളെ മോചിപ്പിച്ചു തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് ഖൽബിൽ ധാരാളമായി വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.